ഈ രാത്രിയിൽ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന എല്ലാ ബഹുമാന്യരായിരിക്കുന്ന ദൈവമക്കൾ, ഈ രാത്രി നമുക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിച്ച ഗായക സംഘം, ഈ ശബ്ദം എവിടെയൊക്കെ ശ്രവിക്കപ്പെടുന്നുണ്ടോ, എവിടെയൊക്കെ കേൾക്കപ്പെടുന്നുണ്ടോ, വീടുകളിലും വീഥികളിലുമൊക്കെ ഇരുന്ന് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ ദേശത്തെ എല്ലാ പ്രബുദ്ധരായ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിലുള്ള സ്നേഹവന്ദനം ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. രണ്ടാമത്തെ പ്രാവശ്യമാണ് പോൾ പാസ്റ്ററുടെ കൺവെൻഷന് പ്രസംഗിക്കാൻ എനിക്കൊരവസരം ലഭ്യമാകുന്നത്. ഈ രണ്ടാം പ്രാവശ്യവും എന്നെ ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കാൻ കാണിച്ച എല്ലാ നല്ല മനസ്സിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഈ രാത്രി മുഖവരുകളൊന്നും കൂടാതെ ദൈവം എൻ്റെ രാത്രി ദേശത്തോട് വിളംബരം ചെയ്യുവാൻ എൻ്റെ ഹൃദയത്തിൽ പ്രകാശം നൽകിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതിലേക്ക് ഈ രാത്രി നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. അതിനാധാരമായി വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം ഇവിടെ വായിച്ച് നമ്മെ സഹായിക്കും. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും എൻ്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിലവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു, 7 നിലവിളക്ക് 7 സഭകൾ ആകുന്നു എന്ന് കൽപ്പിച്ചു. നമുക്ക് ഈ വചനത്തിന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ച ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ 3-ാമത്തെ രാത്രിയിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മെ കൊണ്ടുവന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. എല്ലാവരും മധുരങ്ങളെ തുറന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. അടുത്തിരിക്കുന്നവർ സ്തോത്രം പറയുന്നുണ്ടോ എന്ന് നമ്മുടെ വിഷയമല്ല, അടുത്തിരിക്കുന്നവർ ആരാധിക്കുന്നുണ്ടോ നമ്മുടെ വിഷയമല്ല. നമുക്ക് ബന്ധം ഇന്ന് രാത്രി യേശുവുമായിട്ടാകുന്നു. അത് തിരിച്ചറിയുന്ന എല്ലാവരും കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഈ സന്ധ്യ ദൈവം നമുക്ക് ദാനമായി നൽകിയതാണ്, സൗജന്യമായി നൽകിയതാണ്. ദൈവത്തിൻ്റെ ഔദാര്യത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ന് രാത്രി ഞാനും നിങ്ങളിവിടെ ആയിരിക്കുന്നത്. അത് തിരിച്ചറിയുന്നവരെല്ലാവരും കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുകയും. ഹല്ലേലൂയ. ഇത്രയും പേര് ചേർന്ന് സ്തോത്രം പറഞ്ഞാൽ ഇത്ര ശബ്ദമല്ലല്ലോ. എല്ലാ അധരങ്ങൾക്കകത്തുനിന്ന് സ്തോത്രത്തിൻ്റെ ശബ്ദം ഉയരട്ടെ. പ്രവൃത്തിയിൽ വലിയവനും ആലോചനയിൽ ഭയങ്കരനുമായ കർത്താവ് ഈ രാത്രി നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ്റെ സാന്നിധ്യം അകതാരെ തിരിച്ചറിയുന്നവരെല്ലാവരും കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. ദൈവപ്രദമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ഈ രാത്രിയിലും ദേശത്ത് മുഴകപ്പെടേണ്ടതിനായി എല്ലാവരും ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. സ്നേഹനിധിയായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിത സന്ധിക്കായി സ്തോത്രം. യോഗത്തിൻ്റെ 3-ാമത് രാത്രിയിൽ നിൻ്റെ സന്നിധാനത്ത് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുന്നല്ലോ. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് അവിടെ ഇടുന്നുള്ള വരാമെന്നങ്ങ് വാഗ്ദത്തം നൽകിയതുകൊണ്ട് സ്തോത്രം. ഈ രാത്രിയിലും ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന് അളവറ്റ കൃപയ്ക്കായി സ്തോത്രം. യോഗത്തിൻ്റെ എല്ലാ സംവിധാനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. നേതൃത്വം കൊടുക്കുന്ന അഭിഷിക്തനായ സഭയ്ക്കായി സ്തോത്രം. വലിയൊരു വിടുതൽ ഈ ദേശത്ത് സംഭവിക്കപ്പെടണം. ആത്മാക്കളുടെ രക്ഷ ഇന്ന് രാത്രി സംഭവിക്കപ്പെടണം. അതിനെതിരെ നിൽക്കുന്ന അവകാശവാദങ്ങളെയും പോരുകളെയും അതിൻ്റെ വ്യാപാരങ്ങളെയും ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ നിന്റെ അഭിഷിക്തന്മാരെ ഞങ്ങൾ ചേർന്ന് ശാസിക്കുകയാണ്. വലിയൊരു ജയം ഇന്ന് രാത്രി ദേശത്ത് വെളിപ്പെടും. സർവ്വമഹത്വം ഇന്ന് രാത്രി കർത്താവ് എടുക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. അനുഗ്രഹീതമായിരിക്കുന്ന ഒരു തിരുവെഴുത്താണ് ഇന്ന് രാത്രിയിൽ നമ്മുടെ വിചിന്തനത്തിന് വേണ്ടി നമ്മൾ വായിച്ചത്. നമുക്കറിയാം, പൗലോസ്ലീഹ കഴിഞ്ഞാൽ ക്രൈസ്തവ ലോകത്തിന് ഏറ്റവും കൂടുതൽ പുസ്തകം എഴുതിയ അതുല്യനായിരിക്കുന്ന എഴുത്തുകാരനാണ് ദൈവദാസനായിരിക്കുന്ന യോഹന്നാൻ അപ്പോസ്തലൻ. ഏതാണ്ട് 5 പുസ്തകങ്ങളാണ് ഈ മഹാരഥൻ്റെ കൈപ്പടയാൽ ക്രൈസ്തവ ലോകത്തിന് ലഭ്യമായിട്ടുള്ളത്. അതിൽ പ്രധാനമായി അദ്ദേഹം എഴുതിയ സുവിശേഷമാണ്. ബാക്കി 3 പുസ്തകങ്ങൾ അദ്ദേഹത്താൽ വിരചിക്കപ്പെട്ട ലേഖനങ്ങളാണ്. പിന്നീട് വരുന്ന സമാപ്ത ഗ്രന്ഥമായിരിക്കുന്ന വെളിപ്പാട് പുസ്തകം. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളും സുവിശേഷങ്ങളുമൊക്കെ യേശുക്രിസ്തു ആരെന്നും മാത്രമല്ല, യേശുക്രിസ്തുവിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്വത്തിൻ്റെ ഒളിമങ്ങാത്ത പ്രകാശങ്ങളെ കാലഘട്ടത്തിന് മുമ്പിൽ എഴുതി അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു ലേഖനങ്ങൾ കൊണ്ടും സുവിശേഷങ്ങൾ കൊണ്ടും യോഹന്നാൻ ആമേൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വളരെ വേഗത്തിൽ 1-2 കാര്യങ്ങൾ അതോട് ബന്ധപ്പെട്ട് പറഞ്ഞ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുക. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു കേവലം ഒരു മനുഷ്യൻ മാത്രമല്ല, അവനൊരു ദൈവം കൂടെയാണ്. എത്ര പേർക്ക് അത് വിശ്വാസമുണ്ട് ഇന്ന് രാത്രി? സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്വവും മനുഷ്യത്വവും ഒരുമിച്ച് സമ്മേളിക്കപ്പെട്ട ഈ ലോകത്തിൽ ഇറങ്ങി വന്ന ഏക അവതാരം അത് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്തെ എന്നും എല്ലാ കാലഘട്ടങ്ങളിലും ഇവിടെയുള്ള ഇതര സമൂഹങ്ങൾ വളരെ സംശയത്തോടാണ് ദർശിച്ചിട്ടുള്ളത്. അതിൻ്റെ കാരണങ്ങൾക്കകത്തൊന്ന്, യേശുക്രിസ്തു ദൈവമാണ് തൻ്റെ അധരങ്ങൾ കൊണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് യേശുവിൻ്റെ ദൈവത്വത്തെ നിരാകരിക്കുന്ന നിഷേധിക്കുന്ന ഒത്തിരി ആളുകൾ ഈ കാലഘട്ടത്തിലും ജനിച്ചു ജീവിച്ചു വരുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ കൂടപ്പറപ്പേ, യേശു
യേശുക്രിസ്തു ദൈവമാണെന്ന് അദ്ദേഹത്തിൻ്റെ അതരങ്ങൾ കൊണ്ട് പറഞ്ഞില്ലെങ്കിലും ഒരു ദൈവത്തിൻ്റെ എല്ലാ വിശേഷതകളും നമ്മുടെ കർത്താവിൽ നിറഞ്ഞു നിൽപ്പ് ഉണ്ടായിരുന്നു. എത്ര പേർക്ക് അത് വിശ്വാസമുണ്ട്? സ്തോത്രം. ഒന്ന് രണ്ട് ആശയങ്ങൾ കൊണ്ട് പറഞ്ഞ് ഞാൻ ആ വാക്യത്തെ വിടുവാൻ ആഗ്രഹിക്കുക. യേശുക്രിസ്തു ജനിക്കുന്നതിന് ഏതാണ്ട് 750 വർഷങ്ങൾക്ക് പുറകിൽ ജീവിച്ചിരിക്കപ്പെട്ട അനുഗ്രഹീതനായിരിക്കുന്ന ഭക്തൻ, ദൈവദാസനായിരിക്കുന്ന യെശയ്യാവ് പറഞ്ഞു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം. ഈ ശിശു യേശു ആണെങ്കിൽ ആ ജനിക്കാൻ പോകുന്ന യേശു ദൈവമാണെന്ന് 750 വർഷങ്ങൾക്ക് പുറകിൽ ദൈവദാസനായിരിക്കുന്ന യെശയ്യാവ് പ്രവചിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രവചനത്തിൽ നമ്മുടെ കർത്താവ് ദൈവമാണ്. മാത്രമല്ല, വിദ്വാൻമാർ കിടക്കുനിന്ന് കാലിത്തൊഴുത്ത് ജനിക്കപ്പെട്ട് യേശുവിനെ കാണാൻ വന്നപ്പോൾ പൊന്നമൂര് കുന്തിരിക്കം കൊണ്ടുവന്ന് യേശുവിൻ്റെ കാൽക്കൽ വെച്ചിട്ട് അവിടെ എഴുതിയിരിക്കുന്നു, യോസഫിനെയോ മറിയോ വണങ്ങാതെ യേശുവിനെ അവർ നമസ്കരിച്ചു. ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നത് വർഷിപ്പ് ചെയ്തെന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? യേശുവിനെ നമസ്കരിച്ചെങ്കിൽ അതിൻ്റെ അർത്ഥം യേശു ദൈവമാണെന്നുള്ള തുറന്ന പ്രഖ്യാപനമാണ്. തുറന്നു വരുന്നിരിക്കുന്ന യേശുവിൻ്റെ അത്ഭുത പ്രതിഭാസങ്ങൾ, മരിച്ചവരെ ഉയർപ്പിച്ചതിലൂടെ, പ്രകൃതിയുടെ പ്രചണ്ഡവാദങ്ങളെ വാക്കിൻ്റെ തൂലികൾ കൊണ്ട് പിടിച്ചു കെട്ടിയതിലൂടെ വ്യക്തമാകുന്നു യേശു ദൈവമാണ്. മരിച്ചവരെ ഉയർപ്പിച്ചതിലൂടെ, പാപമോചനം നൽകിയതിലൂടെ, വെള്ളത്തിന് പുറത്തുകൂടെ നൽകിയതോടെ, അത്തിയെ ശപിച്ചതിലൂടെ, ആഴിയേൻ്റെ പ്രചണ്ഡവാദങ്ങളെ പിടിച്ചു കെട്ടിയതിലൂടെ, കാലഘട്ടത്തിൻ്റെ കതിരവനായിരിക്കുന്ന ക്രിസ്തുവിൽ നിലപ്പെട്ട് നിൽക്കുന്ന ദൈവത്വത്തെ ഒന്നിലധികം ചിന്തകൾ കൊണ്ട് നിറഞ്ഞ് അവതരിപ്പിച്ചു വരികയാണ്. മാത്രമല്ല, അനുഗ്രഹീതരായിരിക്കുന്ന പ്രേക്ഷിതാചാര്യന്മാർ, അനുഗ്രഹിക്കപ്പെട്ട എഴുത്തുകാരൊക്കെ ശക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, യേശു കേവലം മനുഷ്യൻ മാത്രമല്ല, അവൻ ദൈവം കൂടെയാണ്. പൗലോസ്ലീഹ പറഞ്ഞു, അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ആ ഒറ്റയാശയം മതി യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് വെളിപ്പെടുത്തുവാൻ വേണ്ടി. അവിടെ ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എൻ്റെ യേശു കേവലം ഒരു മനുഷ്യൻ മാത്രമല്ല, അവനൊരു ദൈവം കൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. മോനെ കുറയ്ക്കാതെ സ്തോത്രം. ഹല്ലേലൂയ. യേശുക്രിസ്തു കേവലം ഒരു മനുഷ്യൻ മാത്രമല്ല, അവനൊരു ദൈവം കൂടെയാണ്. ഞാൻ അച്ഛൻ്റെ അവിടെ വിടുകയാണ്. ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ പറയുന്നു, യേശുക്രിസ്തു ഒരു രാജത്വം അണിഞ്ഞവനാണ്. ഇന്ന് രാത്രി തിരിച്ചറിയണം, യേശുക്രിസ്തുവിൻ്റെ രാജത്വം ഈ പുസ്തകത്തെ നമ്മുടെ കരങ്ങളിൽ കൊണ്ടുവരുവാൻ ദൈവദാസനായിരിക്കുന്ന യോഹന്നാൻ കടന്നുപോയിരിക്കുന്ന പത്മോസിൻ്റെ തടവറ ഇവിടെ പ്രത്യേകമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, യേശുവിനെ നിഷേധിക്കണമെന്ന് അരുളപ്പാട് ലഭിച്ച യോഹന്നാൻ യേശുവിനെ നിഷേധിക്കാതെ വന്നപ്പോൾ ആദ്യം വെച്ചോളൂ, ചൂട് ശകലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേൾക്കണം. യേശുക്രിസ്തുവിനെ നിഷേധിക്കണമെന്ന് യോഹന്നാനോട് സാമ്രാട്ടുകൾ ആവശ്യപ്പെട്ടപ്പോൾ അതിനെ നിഷേധിക്കാൻ തയ്യാറായിരിക്കുന്ന യോഹന്നാനെ ചരിത്രം എഴുതി വെച്ചിരിക്കുന്നത് തിളച്ചു മറിഞ്ഞ എണ്ണയ്ക്കകത്തിട്ട് വറുത്തു കോരുവാൻ ശ്രമം നടത്തുകയാണ്. ചരിത്രം എഴുതി വെച്ചിരിക്കുന്നു, അവിടം കൊണ്ട് യോഹന്നാനെ കൊല്ലുവാൻ കഴിഞ്ഞില്ല. അതിനുശേഷം നാടുവാഴികൾ അദ്ദേഹത്തെ പത്മോസിലേക്ക് നാടുകടത്തി. ഈ രണ്ട് സംഭവങ്ങളിടയിൽ കരുത്തുറ്റൊരു ദൂത് പ്രാർത്ഥിക്കുന്നവൻ തിരിച്ചറിയണം, നമ്മുടെ മേലുള്ള വാഗ്ദത്തം അവസാനിച്ചിട്ടില്ലെങ്കിൽ ഒന്നിനും നമ്മെ അവസാനിപ്പിക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, കൊറോണ ബാക്കി വെച്ചതോ, അപകടങ്ങൾ ബാക്കി വെച്ചതോ, ഹാർട്ട് അറ്റാക്ക് ബാക്കി വെച്ചതോ അല്ല നമ്മളെ. ഇന്ന് രാത്രി തൻ്റെ ഇടത്തോട് പറയണം, ഇന്ന് ഈ ഭൂമിയുടെ പരപ്പിൽ ഞാൻ ജീവിച്ചിരിക്കാൻ കാരണം എൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ പദ്ധതി അവസാനിക്കാത്തത് കൊണ്ട്, എൻ്റെ മേലുള്ള വാഗ്ദത്തങ്ങൾ അവസാനിക്കാത്തത് കൊണ്ട്. പ്രാർത്ഥിക്കുന്നവർ ഇന്ന് രാത്രി അറിയണം, നിന്റെ തലയ്ക്ക് മീതെ എത്ര മരണത്തിൻ്റെ വെല്ലുവിളികൾ ഉയർന്നു നിന്നാലും തൻ്റെ ഇടത്തോട് പറയണം, വാഗ്ദത്തം അവസാനിച്ചിട്ടില്ലെങ്കിൽ ഒന്നിനും എന്നെ അവസാനിപ്പിക്കാൻ കഴിയത്തില്ലെന്നുള്ള ദൈവത്തിന് ശക്തമായ ദൂത് ഇതിനകത്തിരിക്കുന്നവരുടെ ഇന്ന് രാത്രിയിൽ ദൈവം കൈമാറുകയാണ്. ഹല്ലേലൂയ. വാഗ്ദത്തം അവസാനിച്ചിട്ടില്ലെങ്കിൽ ഒന്നിനെ നമ്മെ അവസാനിപ്പിക്കാൻ പറ്റില്ല. ആരൊക്കെ നിന്റെ തലയ്ക്ക് വില പറഞ്ഞാലും, ആരൊക്കെ നിന്റെ ജീവന് വില പറഞ്ഞാലും, എത്ര പതിയിരിപ്പുകളും എത്ര ആഭിചാരത്തിൻ്റെ പ്രഖ്യാപനങ്ങളും പ്രവൃത്തികളും കാർമ്മികമായിരിക്കുന്ന ഇടപാടുകളും നിനക്കെതിരെ ഉയർന്നു വന്നാലും പ്രാർത്ഥിക്കുന്നവൻ അറിയണം, നിന്റെ മേലുള്ള വാഗ്ദത്തം അവസാനിച്ചിട്ടില്ലെങ്കിൽ ഒന്നിനും നിന്നെ അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. നിന്റെ കുടുംബത്തെയോ നിന്റെ തലമുറയോ നിന്റെ കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയോ ഇന്ന് രാത്രി എഴുതി വെച്ചോണം. ആമേൻ. വാഗ്ദത്തം അവസാനിച്ചിട്ടില്ലെങ്കിൽ ഒന്നിനും നിന്നെ അവസാനിപ്പിക്കാൻ കഴിയത്തില്ല. ഈ പത്മോസിലേക്ക് കടന്നു ചെല്ലുന്ന യോഹന്നാനെ ചരിത്രം വളരെ ശ്രേഷ്ഠകരമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. മരണത്തിൻ്റെ രൂക്ഷഗന്ധം തളം കെട്ടി നിൽക്കുന്ന പത്മോസ്,
അവിടെ കൈപിടിച്ച് പ്രാർത്ഥിക്കാൻ ആരുമില്ല, കൂടെ സ്തോത്രം പറയാൻ ആരുമില്ല. പക്ഷേ ആരും ഇല്ലാത്ത സാഹചര്യങ്ങൾക്കകത്തും വചനം എഴുതി വെച്ചിരിക്കുന്നു, യോഹന്നാൻ കർത്തൃദിവസത്തിൽ ആത്മവിവശനായി. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്നവൻ ആരാധിക്കാൻ ഹോളിൻ്റെ ആവശ്യമില്ല, പെന്തക്കോസ്തുകാരൻ ആരാധിക്കാൻ പുൽപ്പായുടെ അകമ്പടി ആവശ്യമില്ല. ഇന്ന് രാത്രി സാഹചര്യങ്ങളുടെ അനുവദനീയമായിരിക്കുന്ന അന്തരീക്ഷങ്ങളില്ലെങ്കിലും പരിവരുത്ത സാഹചര്യങ്ങൾക്കകത്ത് ആരാധിച്ചാലും അവിടെ ഇറങ്ങി വന്ന സാന്നിധ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട്. അതാണ് ഇന്ന് രാത്രി നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു. പുഴവക്കത്തും അതുപോലെ മരുഭൂമിയിലും കാരാഗ്രഹങ്ങൾക്കകത്തും കാരാഗ്രഹങ്ങളുടെ അകത്തളങ്ങളിലും മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ ഭക്തന്മാർ മനസ്സ് വെച്ചപ്പോൾ സാഹചര്യങ്ങളെ പരിഗണിക്കാതെ അവിടെ ഇറങ്ങി വന്ന ദൈവം ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ടെന്ന് ഞാൻ ആത്മാവിൽ പ്രഖ്യാപിച്ചാൽ എത്ര പേര് ആത്മാവിൽ സ്തോത്രം പറയും? ഇന്ന് രാത്രി എൻ്റെ ദൈവത്തിന് പ്രവർത്തിക്കാൻ എൻ്റെ സാഹചര്യങ്ങൾ തടസ്സമല്ല. ഹല്ലേലൂയ. ശ്രദ്ധിക്കൂ, ഇങ്ങനെ വെളിപ്പെട്ടു വന്നിരിക്കുന്ന ഈ സർവശക്തനായ ദൈവം നിരവധി വെളിപ്പാടുകളുടെ ആശയങ്ങൾ യോഹന്നാന് കൈമാറി വരവേ അദ്ദേഹത്തോട് പറഞ്ഞ 3 പരാമർശങ്ങളാണ് ഇന്ന് രാത്രി എൻ്റെ പ്രസംഗത്തിൻ്റെ പ്രമേയമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഇവിടെ യോഹന്നാനോട് പ്രത്യേകമായി യേശു പറഞ്ഞ 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, നീ കണ്ടത്. 2, ഇപ്പോൾ ഉള്ളത്. 3, മേലാൽ സംഭവിക്കാൻ ഉള്ളത്. എത്ര പേർക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്? താല്പര്യമില്ല. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചേ. സ്തോത്രം. ശ്രദ്ധിക്കണം. ഒന്നാമത് യോഹന്നാനോട് പറയുന്നു, നീ കണ്ട കാര്യം. 2, മേലാൽ സംഭവിക്കുവാൻ ഇപ്പോൾ ഉള്ളത്. 3-ാമത്തെ കാര്യം, മേലാൽ സംഭവിക്കുവാൻ ഉള്ളത്. ഇത് 3-മാണ് ഇന്ന് രാത്രി നിങ്ങളോട് പ്രസ്താവിക്കുവാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. ഈ പുസ്തകത്തെ തന്നെ പുസ്തകം 3ആയി തിരിച്ചിരിക്കുന്നതിൻ്റെ ഒരു വിശദീകരണമാണ് ആ വാക്യമെന്ന് പറയുന്നത്. 1, നീ കണ്ടത്, അത് 1-ാം അധ്യായത്തിൻ്റെ സംഭവമാണ്. 2, ഇപ്പോൾ ഉള്ളത്, അത് 2ഉം 3ഉം അധ്യായത്തിൻ്റെ വിഷയങ്ങളാണ്. മേലാൽ സംഭവിക്കാനുള്ളത് 4 മുതൽ 22 വരെ ഉള്ള അധ്യായങ്ങളിലെ വിഷയങ്ങളാണ്. ഒന്നിന് പിറകെ ഒന്നായി ഈ വിശദീകരണത്തിലേക്ക് വരാം. ഒന്നാമത്തെ വിഷയം, നീ കണ്ടത്. എന്താണ് നീ കണ്ടത്? 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ആമേൻ, തിരസ്കരിക്കപ്പെട്ടവനായ ദൈവപുത്രൻ്റെ വെളിപ്പാട് പത്മോസിൽ യോഹന്നാൻ കാണുകയാണ്. ഏതാണ്ട് വർഷങ്ങൾക്ക് പുറകിൽ ഇതേ ക്രിസ്തുവിനെ കാൽവറിയുടെ രണാങ്കണത്തിൽ യോഹന്നാൻ കണ്ടിട്ടുണ്ട്. അന്ന് കണ്ടതിൽ നിന്നും തികച്ചും അജഗജാന്തര വ്യത്യാസമാണ് പത്മോസിൽ വെളിപ്പെട്ട ക്രിസ്തുവിൻ്റെ വെളിപ്പാട്. അന്ന് കണ്ട ക്രിസ്തുവിൻ്റെ തലയിൽ മുൾക്കിരീടം, അന്ന് കണ്ട ക്രിസ്തുവിൻ്റെ കൈകളിൽ കാരുമ്പാണികൾ, അന്ന് കണ്ട ക്രിസ്തുവിൻ്റെ കൈകളിൽ കാരുമ്പാണികൾ, അന്ന് കണ്ട ക്രിസ്തുവിൻ്റെ ഉടല് പരിക്കുപറ്റി വികൃതമായി കിടക്കുന്നു. പക്ഷെ പത്മോസിൽ കണ്ട ക്രിസ്തു തികച്ചും വ്യത്യസ്തനാണ്. പത്മോസിൽ കണ്ട ക്രിസ്തുവിൻ്റെ തല ഹിമത്തോളം വെളുത്ത രൂപത്തിലുള്ളത്. അന്ന് കണ്ട ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ, ആമേൻ സ്തോത്രമല്ലിലെ ആണിയാണെങ്കിൽ പത്മോസിൽ കണ്ട ക്രിസ്തുവിൻ്റെ വെളിപ്പാട്, അവൻ്റെ കൈകളിൽ 7 നക്ഷത്രങ്ങൾ ഉണ്ട്. അവൻ്റെ കൈകളിൽ കാലുകളിൽ ആ നാടികൾ അടിക്കപ്പെട്ടെങ്കിൽ പത്മോസിൽ കണ്ട ക്രിസ്തുവിൻ്റെ കാലുകൾ ഉലയിൽ ചുട്ടുപടിപ്പിച്ച വെള്ളോട് സദൃശമായിരിക്കുന്ന കാലുകൾ. അന്ന് കണ്ട ക്രിസ്തുവിൻ്റെ അതരങ്ങൾക്കകത്തുനിന്ന് പുറപ്പെടുന്നത് പരിവരുത്ത ദീനരോധനങ്ങൾ ഉള്ള ശബ്ദം, ഏലി ഏലി ലമ്മ ശബക്താനി. പക്ഷെ പത്മോസിൽ കണ്ട ക്രിസ്തുവിൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ശബ്ദമാണ് പത്മോസിൽ കണ്ടത്. ഇത് പത്മോസിൽ വെളിപ്പെട്ട യോഹന്നാന് മാത്രമല്ല, ആസന്ന ഭാവിയിൽ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് വെള്ളത്തിലിറങ്ങി സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്ന സകല ദൈവമക്കളോടും ഇന്ന് രാത്രി ഉറപ്പായിട്ട് ഞാൻ വിളിച്ചു പറയുന്നു, ആസന്ന ഭാവിയിൽ ഇതേ കർത്താവിനെ ഇതേ രൂപത്തോടെ നാം കാണാൻ പോകുകയാണ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, പത്മോസിൽ വെളിപ്പെട്ട ക്രിസ്തു തിരസ്കരിക്കപ്പെട്ടവനായ ക്രിസ്തുവാണ്. ഇന്ന് രാത്രി അവിടെ നിന്ന് പറയുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിൽ നൽകിയ പ്രകാശനം ഒരു സുവിശേഷപരമായ ചിന്തയിലേക്ക് വരികയാണ്. കൂടപ്പുറപ്പേ, തിരസ്കരിക്കപ്പെട്ടവനെ കാണണമെങ്കിൽ ആദ്യം ഒരു വ്യക്തി കാണേണ്ടത് ക്രൂശിക്കപ്പെട്ടവനെയാണ്. ക്രൂശിക്കപ്പെട്ടവനെ കാണാത്ത ഒരൊറ്റ വ്യക്തിക്കും തിരസ്കരിക്കപ്പെട്ടവനെ കാണാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. എത്ര പേരെ ചിന്തയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലേലും ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ കാണാത്ത ഒരൊറ്റ വ്യക്തിക്കും തിരസ്കരിക്കപ്പെട്ട യേശുവിനെ കാണാൻ പറ്റില്ല. ചില ദിവസങ്ങൾക്ക് മണിക്കൂറുകൾക്ക് പുറകിൽ കാലിത്തൊഴുത്തിൽ കാലിട്ടടിക്കുന്നവരെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ കണ്ടു. വീടുകളും പള്ളിയുടെ അങ്കണങ്ങളും തെരിക്കോണുകളുമൊക്കെ ആമേൻ വർണ്ണശബളമായ അന്തരീക്ഷത്തിൽ അണിഞ്ഞൊരുങ്ങി നിശ്ചലമായിരിക്കുന്ന ദൃശ്യങ്ങൾ കൊണ്ട് കാലിത്തൊഴുത്ത് ജനിച്ചവനെ വാനോളം കൊട്ടിപ്പാടിയ ചില മണിക്കൂറുകൾ നമ്മെ വിട്ടുപോയി. പക്ഷെ ഇന്ന് രാത്രി എൻ്റെ ആവേശം കാലിത്തൊഴുത്തിൽ കാലിട്ടടിക്കുന്നവനല്ല, കാൽവറിയിൽ ഉയർത്തപ്പെട്ടവനായ യേശുവാണ്.
അതുകൊണ്ട് കാലിത്തൊഴുത്തി കിടക്കുന്ന ക്രിസ്തു നിന്നാപാത്രമെന്നല്ല ഞാൻ പറഞ്ഞത്. കാലിത്തൊഴുത്തി ജനിച്ച ക്രിസ്തുവിനേക്കാൾ എനിക്ക് പ്രസംഗിക്കാൻ ആവേശമുള്ളത് കാൽവറിയിൽ ഉയർത്തപ്പെട്ട യേശുവാണ്. എന്തുകൊണ്ട് ചോദിച്ചാൽ, ഇന്ന് രാത്രി എൻ്റെ ചരിത്രം മാറ്റിയത്, നമ്മുടെ ചരിത്രം മാറ്റിയത്, നമ്മുടെ ശാപം മാറ്റിയത്, നമ്മളെ മനുഷ്യരാക്കിയത് ഈ കാൽവറിയിൽ ഉയർത്തപ്പെട്ടവനായ യേശുവാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ അഭിമാനപുരസ്സരം ഞാൻ വിളിച്ചു പറയുന്നു, ക്രൂശിക്കപ്പെട്ടവനെ കാണാതെ ഒരൊറ്റ വ്യക്തിക്കും തിരസ്കരിക്കപ്പെട്ടവരെ കാണാൻ പറ്റത്തില്ല. അങ്ങകലെ വീടുകളിൽ, ചുറ്റുമുട്ടുകളിൽ, കടയുടെ വിരിപ്പുകളിൽ, മരങ്ങളിൽ ചാരിയിരിക്കുമ്പോൾ ഇന്ന് രാത്രി അറിയണം സ്നേഹിത, ക്രൂശിക്കപ്പെട്ടവനെ കാണാത്ത അങ്ങേക്ക് ഇന്ന് രാത്രിയിൽ ആസന്ന ഭാവിയിൽ മരണത്തിനപ്പുറം വെളിപ്പെട്ട് വരാൻ പോകുന്ന യേശുക്രിസ്തുവിന്റെ തിരസ്കരിക്കപ്പെട്ട അപ്രത്യക്ഷത കാണണമെങ്കിൽ പ്രാഥമികമായും ക്രൂശിക്കപ്പെട്ടവനെ കാണണം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ ക്രൂശും യേശുവിന്റെ ക്രൂശീകരണവും പൊതുവേ ഏറ്റവും കൂടുതൽ ഈ ലോകത്തിൽ ചോദ്യങ്ങൾക്ക് വിധേയപ്പെടുന്ന ഒരു സമൂഹത്തിൻ്റെ വക്താവായിട്ടാണ് ഇന്ന് രാത്രി ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ സമൂഹം പെന്തക്കോസ് സമൂഹമാണ്. ഇതര മതങ്ങളിലും ഇതര സമുദായത്തിലുമൊക്കെ നിന്ന് എൻ്റെ കർത്താവിൻ്റെ ജീവിതത്തിൽ നൽകിയ ഒരു രോഗശാന്തിയാണ് ഞാൻ ഈ മാർഗത്തിലേക്ക് എൻ്റെ കുടുംബമായിട്ട് ഇറങ്ങാനുള്ള കാരണം. അപ്പോൾ ഞാൻ ഈ ചോദ്യങ്ങൾ നമ്മുടെ സമൂഹത്തിൻ്റെ പ്രതിനിധിയായി നിന്നുകൊണ്ട് ഉന്നയിക്കുകയാണ്. ബൈബിളിൻ്റെ ഉപദേശങ്ങളെ ഏതാണ്ടൊക്കെ 100% അതിൻ്റെ ഉപദേശങ്ങളോടും അതിൻ്റെ വിശ്വാസങ്ങളോടുമൊക്കെ കൂറുപുറത്തി പോകുന്ന ഒരു സമൂഹമാണ് ഈ പെന്തക്കോസ് സമൂഹം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒട്ടനവധി ചോദ്യങ്ങൾക്ക് വിധേയപ്പെടുന്ന ഒരു സമൂഹം എന്ന നിലയിൽ ഞങ്ങളോട് അനേകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പെന്തക്കോസ്തരായിരിക്കുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് ക്രൂശിനെ നിങ്ങളുടെ ആരാധന വസ്തുവാക്കി മാറ്റാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ വിശ്വാസികൾ കഴുത്തിൽ ക്രൂശിൻ്റെ ചിഹ്നമണിയാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ ആരാധനയുടെ മുകളിൽ ഈ ക്രൂശിൻ്റെ ചിഹ്നം വയ്ക്കാത്തത്? മലയാളത്തിൽ ഞാൻ അങ്ങോട്ട് പറയാം, കുരിശാകുമെന്ന് കണ്ടുകൊണ്ടാ. സ്വത്രമില്ല. എന്തുകൊണ്ട് ക്രൂശിനെ ആരാധിക്കുന്നില്ല? എന്തുകൊണ്ട് ക്രൂശ് ഞങ്ങളുടെ ആരാധന വസ്തുവല്ല? 2 തെളിവ് ഞാൻ പറയാം. ഒന്ന്, ക്രൂശ് ഞങ്ങളുടെ ആരാധന വസ്തുവല്ല, ക്രൂശ് ഞങ്ങളുടെ പ്രശംസാ വസ്തുവാണ്. എന്തൊരു മൗനതയാ! ഒരു സ്വത്രമൊക്കെ പറഞ്ഞേ. സ്വത്രം. ക്രൂശ് നമ്മുടെ ആരാധന വസ്തുവല്ല, ക്രൂശ് നമ്മുടെ പ്രശംസാ വസ്തുവാണ്. ഇത് പറഞ്ഞത് പൗലോസ്ലീഹയാണ്. ഗലാത്യരുടെ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നു, എനിക്കോ പ്രശംസിക്കാനുള്ളത് ആമേൻ യേശുവിൻ്റെ ക്രൂശിലാണ്. ഞാൻ ചോദിച്ചാൽ കാര്യം എന്നാ? 8-ാം നാളിൽ പരിച്ഛേദനയേറ്റ യഹൂദനാണ് ഞാൻ. ഈ പരിച്ഛേദനവാദികളായിരിക്കുന്ന യഹൂദന്മാർ പരിച്ഛേദനയ്ക്കകത്ത് അഭിമാനം കൊള്ളുമ്പോൾ എനിക്ക് അഭിമാനിക്കാനുള്ളത് 8-ാം നാളിൽ ഞാൻ ഏറ്റ പരിച്ഛേദനയിലല്ല, എനിക്കോ പ്രശംസിക്കാനുള്ളത് യേശുവിൻ്റെ ക്രൂശിലാണ്. ഞാൻ ചോദിച്ചു, പൗലോസേ എന്താ അതിൻ്റെ കാര്യം? പൗലോസ് പറയുന്നു, പരിച്ഛേദന വരുത്തുന്ന ഒരു മുറിവുണ്ട്, പരിച്ഛേദന പുറത്തു കൊണ്ടുവരുന്ന രക്തമുണ്ട്, പരിച്ഛേദന കൊണ്ടുവരുന്നൊരു വേദനയുണ്ട്. പൗലോസ് പറയുന്നു, പരിച്ഛേദനയുടെ വേദനയേക്കാൾ ശ്രേഷ്ഠമാണ് എൻ്റെ പാപത്തിനു വേണ്ടി കാൽവറിയിൽ യേശു ഏറ്റ വേദന. പരിച്ഛേദന കൊണ്ടുവരുന്ന രക്തത്തേക്കാൾ ശ്രേഷ്ഠമാണ് കാൽവറിയിൽ ഒഴുക്കപ്പെട്ട യേശുവിൻ്റെ രക്തം. പരിച്ഛേദന സമ്മാനിക്കുന്ന മുറിവുകളേക്കാൾ അഭിമാനമാണ് കാൽവറിയിൽ എൻ്റെ യേശു എനിക്ക് വേണ്ടി ഏറ്റ മുറിവ്. വിശ്വസിക്കുന്നവർ കരമേരത്തിൽ സ്വതന്ത്രം പറഞ്ഞാട്ടെ. അതുകൊണ്ട് മഹാരഥൻ പറയുന്നു, എനിക്ക് പ്രശംസിക്കാനുള്ളത് യേശുവിൻ്റെ ക്രൂശിലാണ്. ക്രൂശ് എന്ന് പറയുന്ന 2 തടിക്കഷണമല്ല, അവിടെ ഉയർത്തി പറയുന്നത് യേശുവിൻ്റെ ക്രൂശീകരണമാണ്. അപ്പോൾ എന്തുകൊണ്ട് ക്രൂശിനെ ആരാധിക്കുന്നില്ല? ചോദ്യം വ്യക്തമാണ്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് ഞങ്ങളുടെ ആരാധന വസ്തുവല്ല, ക്രൂശ് ഞങ്ങളുടെ പ്രശംസാ വസ്തുവാണ്. 2ാമത്തെ കാര്യം, എന്തുകൊണ്ട് ക്രൂശിനെ ആരാധിക്കുന്നില്ല? 1-ാമത്തെ ക്രൈസ്തവ ലോകത്തിൻ്റെ പോപ്പ് പത്രോസ്ലീഹ പറഞ്ഞു, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമ്മിക്കൊണ്ട് ക്രൂശിൽ കയറി. അർത്ഥാൽ യേശു പാപം ചുമ്മിയത് ക്രൂശിലല്ല, തൻ്റെ ശരീരത്തിലാണ്. സ്വോത്രം. തിരുവനന്തപുരംകാർ സ്വോത്രം പറയല്ലേ? അതോ മിണ്ടത്തിലെന്ന് സ്വോത്രം തീരുമാനത്തിൽ വന്നിരിക്കുകയാണോ? ഇതൊക്കെ കേട്ടല്ലേ സ്വോത്രം പറയണ്ടേ? പിശാചിൻ്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ മറിഞ്ഞു കിടന്ന് ആരാധിച്ചേനും, അതെനിക്കറിയാം, അങ്ങനെ പറയാനും അറിയാം. പക്ഷേ ഇന്ന് രാത്രി അസുവിശേഷം പ്രസംഗിക്കുന്നേ, ശ്രദ്ധിച്ച് കേട്ടോണം. സ്തോത്രം. 1-ാമത്തെ പോപ്പ് പറയുന്നു, യേശു പാപം ചുമ്മിയത് ക്രൂശിലല്ല, തൻ്റെ ശരീരത്തിലാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ പദവിൻ്റെ ആവേശമാണ്, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമ്മിക്കൊണ്ട് ക്രൂശിൽ കയറി. ആ കയറി എന്ന പദത്തിന് അടിവരയിടണം. ആരും കയറ്റിയതല്ല, അവൻ കയറിയതാ.
ഹല്ലേലൂയ. പീലാത്തോസിന്റെ അജണ്ട കണ്ടോ? കൊല്ലാൻ വരുന്ന പടയാളിയുടെ കയ്യിരിക്കുന്ന ചാട്ട കണ്ടോ? പേടിച്ചോടി ആര് കയറ്റിയതല്ല. ഈ പ്രസംഗിക്കുന്ന എന്നെയും പാപിയായ നിന്നെയും കണ്ടപ്പോൾ എൻ്റെ യേശു നിനക്ക് വേണ്ടി കാൽവറിയിൽ കയറിയതാ, ആരും അവനെ കയറ്റിയതല്ല. അതുകൊണ്ട് അഭിമാനത്തോട് പറയുന്നു, ഇവിടുത്തെ ക്രൈസ്തവ ലോകം ക്രിസ്തുവില്ലാത്ത ക്രൂശിനെ ഉയർത്തുമ്പോൾ ഇന്ന് രാത്രി അഭിമാനത്തോടെ ഞാൻ ഉയർത്തുന്നു ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രി അറിയണം, ക്രൂശ് പ്രശംസാ വസ്തുവല്ല. യേശു പാപം ചുമേറെ ക്രൂശിലല്ല, അവന്റെ ശരീരത്തിലാകയാൽ ക്രൂശ് ഞങ്ങളുടെ ആരാധന വസ്തുവല്ല, ക്രൂശ് ഞങ്ങളുടെ പ്രശംസാ വസ്തുവാണ്. മൂന്നാമത്തെ കാര്യം, ക്രൂശിന് ദിവ്യത്വമില്ലെന്നുള്ളതാണ്. അറിയപ്പെടുന്ന ഡ്രാക്കുള എന്ന നോവല് എവിടെങ്കിലുമൊക്കെ വായിച്ചു കാണും. അവിടെ ഭൂതോച്ചാടനത്തിന് വേണ്ടി അവിടെ ഉപയോഗിക്കപ്പെടുന്നത് ക്രൂശാണ്. ഞാൻ ബൈബിൾ തിരിച്ചും മറിച്ചും വായിച്ചു നോക്കി. ഒരൊറ്റ സ്ലീഹനും പൈശാചിക ഉപദ്രവം ബാധിച്ച ഒരൊറ്റ വ്യക്തിയുടെയും ഭൂതത്തെ പുറത്താക്കാൻ ഒരു തടിയുടെ കുരിശിൻ്റെ കഷണം ഒരാളുടെയും തലയെ വെച്ച് ചരിത്രമില്ല. പക്ഷെ അവിടെ ഭൂതം പോയതും ബന്ധനമടിഞ്ഞതും യേശുവിൻ്റെ നാമം പറഞ്ഞപ്പോഴാ. അവിടെ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, നിശ്ചലമായിരിക്കുന്ന തടിക്കഷണങ്ങൾക്കകത്തല്ല ദിവ്യത്വം, ക്രൂശിക്കിടക്കുന്ന യേശുവിനാണ്. കരമടിച്ചൊരു സ്വത്രം പറഞ്ഞു പറ, ഇന്ന് രാത്രി എനിക്ക് ഉയർത്താനുള്ളത് തടിക്കഷണമായ ക്രൂശനെയല്ല, കാലിട്ടടിക്കുന്നവരെയല്ല. ഇന്ന് രാത്രി എനിക്ക് ഉയർത്താനുള്ളത് ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനാണ്. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിക്കണം, ഈ ക്രൂശിക്കപ്പെട്ടവനെ കണ്ടാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ആനുകൂല്യം എന്താ? മെഡിക്കൽ കോളേജിൽ ചെന്നാൽ ഓരോ രോഗത്തിനും ഓരോ വിഭാഗമുണ്ട്. കാർഡിയോളജി എന്തിനാ? ഹൃദയ സംബന്ധമായ രോഗത്തിനാണ്. ENT എന്തിനാ? ശരീരത്തിലുള്ള വ്യത്യസ്തമായിരിക്കുന്ന രോഗങ്ങൾക്ക് ഉതകുന്ന ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ വരുമ്പോൾ കാൽവറിയുടെ അടിത്തട്ടിൽ വന്നാൽ, കാൽവറിയുടെ അടിവാരത്തിൽ വന്നാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ആനുകൂല്യം എന്താണ്? ശ്രദ്ധിച്ചു കേൾക്കണം. കാൽവറിയുടെ അടിവാരത്തിൽ വന്നാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ആനുകൂല്യം നമ്മുടെ പാപത്തിൻ്റെ പരിഹാരമാണ്. ഓ, സന്തോഷമില്ല. ഇന്ന് രാത്രി തിരിച്ചറിയണം, എന്തൊക്കെ ആസ്വദിച്ചിട്ടും എന്തൊക്കെ അനുഭവിച്ചിട്ടും ജീവിതത്തിൽ എവിടെങ്കിലും ഒരു ശൂന്യതാബോധം നേരിടുന്നെങ്കിൽ ഒരു തീർത്ഥാടന കേന്ദ്രം വർഷത്തിലൊരിക്കൽ സന്ദർശിച്ചിട്ട് തീരാതെയും തോരാതെയും നിൽക്കുന്ന നിലവാരത്തിൽ വർഷാന്തരികം വീണ്ടും വീണ്ടും ഒരു സന്ദർശനം നിങ്ങളുടെ ഉള്ളിൽ പിന്നെയും ഉണ്ടാകുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ ഉള്ളിൽ പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന എന്തോ ഒരു വിഷയമുണ്ട്. പക്ഷെ കാൽവറിയിലേക്ക് നോക്ക്. മരണത്തെ അടുത്ത് കണ്ടപ്പോൾ എൻ്റെ നാഥൻ പറഞ്ഞൊരു പ്രഖ്യാപനമുണ്ട്, ടെസ്റ്റലസ്തായ് എന്ന് പറഞ്ഞാൽ സകലരും നിവർത്തിയായി എന്ന് പറഞ്ഞാൽ എന്നാ? ഇനി പാപത്തിന് വേണ്ടിയും ശാപത്തിന് വേണ്ടിയും ഒരു തീർത്ഥാടനം വേണ്ട. ആടുകടയും കാളകടയും രക്തത്തിന് ഇനിയും പാപങ്ങളെ മോചിപ്പാൻ കഴിയത്തില്ല. സകലരും നിവർത്തിയായി. സ്തോത്രം. അതുകൊണ്ടാണ് ഇന്ന് രാത്രി യോഗത്തിന് തേങ്ങയും മാങ്ങയും ചക്കയും മെഴുകുതിരിയും കൊണ്ടൊന്നും ഞങ്ങൾ വരാഞ്ഞത്. എൻ്റെ കർത്താവ് നീതി സൂര്യൻ, അവനും മെഴുകുതിരി വേണ്ട. സ്തോത്രം വരുന്നില്ല. ഈ പ്രപഞ്ചത്തിൽ കത്തിജ്വലിക്കുന്ന സൂര്യനെ കത്തിച്ചത് എൻ്റെ ദൈവമാണെങ്കിൽ ഈ ലോകത്തിൽ ഇരുട്ട് മാറ്റുന്ന എൻ്റെ ദൈവത്തിന് നിന്റെ 2 രൂപയുടെ മെഴുകുതിരിയുടെ വെളിച്ചം വേണ്ട. ഇന്ന് രാത്രി മെഴുകുതിരിക്ക് സമാനമായി കത്തിത്തീരുന്ന നിന്റെ ഗതികെട്ട ജീവിതമുണ്ടല്ലോ, ഇന്ന് രാത്രി യേശു ചോദിക്കുകയാ, അതിൻ്റെ ചരിത്രം മാറ്റുവാൻ കഴിയുന്ന ഒരിടമേ ഉള്ളൂ, അത് കാൽവറിയുടെ അടിവാരമാണ്. സ്തോത്രം. ഒരുപക്ഷെ ഇന്ന് രാത്രിയിൽ ഒരു ഗതിയും പരഗതിയുമില്ലാതെ, ജീവിതത്തിൻ്റെ 4 വഴികൾക്കകത്ത് ലക്ഷ്യമില്ലാതെ ഒരു ഭ്രാന്തനെ പോലെ നെട്ടോട്ടമോടുന്ന കൂടപ്പുറപ്പെ നിന്റെ ചരിത്രം മാറ്റാൻ ഇന്ന് രാത്രി കാൽവറി ഉയർത്തപ്പെട്ട യേശുവിന് കഴിയും. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചോദിക്ക്, 33.5 വയസ്സ് വരെ പാലസ്തീൻ്റെ പെരുമാറി ജീവിച്ച യേശുക്രിസ്തു അന്ന് ജീവിച്ചതുകൊണ്ട് നേട്ടമുണ്ടായത് പാലസ്തീൻകാർക്കാണ്. കാനാവിൽ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞുണ്ടാക്കി. ഈ പ്രസംഗിക്കുന്ന എനിക്കോ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഒരു തുള്ളി വീഞ്ഞ് പോലും കിട്ടിയിട്ടില്ല. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. ഒന്ന് പോയിട്ട് ഒരു മുറി അപ്പം പോലും ഈ പ്രസംഗിക്കുന്ന എനിക്കോ നിങ്ങൾക്കോ കിട്ടിയിട്ടില്ല. നമുക്ക് എന്തെങ്കിലും ഒന്ന് ഇന്ന് രാത്രി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ കാൽവറിയിൽ ഉയർത്തപ്പെട്ട യേശുവിൽ കൂടെ ആകയാൽ ഇന്ന് രാത്രിയിലും ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ നിഷ്ക്രിയനായി കിടക്കുന്ന ക്രിസ്തുവിനെയല്ല, ആരവനെ വിളിച്ചപേക്ഷിക്കുമോ അവന്റെ അടുക്കൽ ഇറങ്ങി വന്ന് അവന്റെ കുടുംബത്തിന് ചരിത്രം മാറ്റുന്ന, അവന്റെ വ്യക്തിത്വത്തെ മാറ്റുന്ന ഒരിടമുണ്ട്, അത് കാൽവറിയുടെ അടിവാരമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് 2023 പല വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച് ചോര പറ്റിപ്പോയി ഉണങ്ങപ്പെട്ട ഒരു ഗതികെട്ട അനുഭവത്തിലേക്കല്ല ഇന്ന് രാത്രി നമ്മൾ വന്നിരിക്കുന്നത്.
2023 പരം വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച യേശുവിൻ്റെ രക്തത്തിന് ഈ സന്ധ്യയിൽ ഇവിടെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് യുക്തിസഹജമായ ചോദ്യമാകുമ്പോൾ നിങ്ങൾ അറിയണം, ഈ ചിന്തകൾ കാലഘട്ടങ്ങൾ ഉയരുമെന്ന് കണ്ടുകൊണ്ട് വെളിപ്പാടുകാരനായിരിക്കുന്ന യോഹന്നാൻ പത്മോസ് യേശുവിനെ കണ്ടപ്പോൾ ഒരു പ്രഖ്യാപനം പറഞ്ഞു. ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ കണ്ട യോഹന്നാൻ പറയുകയാണ്, അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാട്. സ്വതന്ത്രം, അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാട്. എന്തെന്ന് ചോദിച്ചാൽ, ഇന്നും നമ്മൾ തെറ്റ് ചെയ്യുന്നുവെന്നും നമ്മുടെ ജീവിതത്തിൽ ബലഹീനത കടന്നു വരുമെന്നും യേശുവിൻ്റെ രക്തത്തിൻ്റെ സാധ്യതകൾ ഇന്നും ആര്യവാര്യമെന്ന് കരുതിക്കൊണ്ട് സ്വർഗത്തിൻ്റെ പദ്ധതിയായിരിക്കുന്ന കുഞ്ഞാടിൻ്റെ മരണം ആ രക്തത്തെ ഉണക്കിക്കളയാതെ ഇന്നും ഓടിച്ചെല്ലുന്നവനെ കഴുകാനും അവനെ ശാപത്തെ മാറ്റാനും പര്യാപ്തമായ നിലയിൽ ഇന്നും ജീവൻ തുടിക്കുന്ന രക്തമായി ഈ ഗ്രൗണ്ടിൽ വെളിപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ ആത്മാവിൽ പറഞ്ഞാൽ കരമടിച്ചത് സ്വീകരിക്കാൻ തൻ്റെ ഇടപെടൽ എത്ര ദൈവമക്കളുണ്ട്. ആ രക്തം നിന്റെ ശാപത്തെ മാറ്റുവാൻ, ആ രക്തം നിന്റെ പാപത്തെ മാറ്റുവാൻ, ആ രക്തം നിന്റെ രോഗത്തെ മാറ്റുവാൻ, നിന്റെ സകല കെടുതികളെ മാറ്റുവാൻ ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ ഒഴുകുന്നുണ്ട്. വിശ്വസിച്ചുകൊണ്ട് പറ, ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ ഒഴുകി തീർന്ന രക്തമല്ല, ഇന്നും ആവശ്യക്കാരന് വേണ്ടി സജീവമായി വെളിപ്പെടുന്ന ഒരു രക്തമുണ്ടെങ്കിൽ അതെന്റെ യേശുവിന്റെ രക്തമാണ്. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ കാൽവറിയിൽ നിന്ന് നമുക്ക് ലഭിക്കപ്പെടുന്ന ഏറ്റവും വലിയ ആനുകൂല്യം രക്തത്താലുള്ള പാപമോചനമാകുമ്പോൾ ഇന്ന് രാത്രി അറിയണം പ്രിയരെ, രക്തത്താലുള്ള വിടുതൽ ബൈബിളിൻ്റെ പ്രമേയമായി നിൽക്കുകയാണ്. വെളിപ്പാട് 1:6 കാണുന്നുണ്ട്, യേശുവിൻ്റെ രക്തത്താലുള്ള വിടുതൽ. ബൈബിൾ ചരിത്രം എവിടെയാണ് രക്തത്താലുള്ള വിടുതൽ ആദ്യമായിട്ട് കണ്ടത്? 400 വർഷത്തിൻ്റെ പ്രവാസ ജീവിതത്തിൽ ഇസ്രായേൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. ഒരു ജനസമൂഹത്തെ മുഴുവനും നികൃഷ്ടമായ അജണ്ടകൾ കൊണ്ട് ഫറവോൻ്റെ സംവിധാനം അവരെ ബന്ധിച്ചു വച്ചപ്പോൾ ആ ബന്ധനത്തെ അഴിക്കാൻ ഒരു മോശയിൽ കൂടെ ദൈവം പ്രവർത്തിച്ചു. ഒരു വ്യക്തി നിമിത്തം ഒരു ജനത്തെ 400 വർഷം കെട്ടിവെച്ചെങ്കിൽ ആ കെട്ട് പൊട്ടിക്കാൻ ഒരു മോശയെ ദൈവം പുറത്തു കൊണ്ടുവന്നെങ്കിൽ ആരൊക്കെ നിന്നെ ഒതുക്കിയാലും നിന്റെ ബന്ധനം അഴിക്കാൻ നിനക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ ദൈവം പുറത്തു കൊണ്ടുവരും. ഇസ്രായേലിനെ വിടാതെ വന്നപ്പോൾ സമാപനത്തിൽ മോശയോട് ഫറവോൻ പറഞ്ഞു, ഈ ജനത്തെ ഞാൻ വിട്ടയക്കത്തില്ല. നിരാശപ്പെട്ടു പോകുന്ന മോശയോട് ദൈവം പറഞ്ഞു, ഒരു കാര്യം കൂടെ എനിക്ക് വേണ്ടി ചെയ്യണം. എന്താണ്? ഓരോ എബ്രായരെ വീട്ടിൽ ചെന്ന് പറയണം, ഓരോ ആടിനെടുക്കണം, 1 വയസ്സ് പ്രായമുള്ളത്, ഊനമില്ലാത്തതായിരിക്കണം, 4 ദിവസം സൂക്ഷിക്കണം, ആ ആട് ആണായിരിക്കണം. ഇതുപോലെ ഒരു സന്ധ്യ മയങ്ങ നേരത്ത് യഹൂദന്മാരുടെ തമ്പടിച്ച് കിടക്കുന്ന ഗോശേൻ ദേശത്ത് നിറച്ച് സന്ധ്യാസമയത്ത് വീടിൻ്റെ അങ്കണങ്ങളിൽ ഓരോ ആടുകൾ വധിക്കപ്പെടുകയാണ്. മക്കളും മരുമക്കളുമൊക്കെ ചുറ്റിനും ഇരിക്കുന്നു. ആ കുടുംബത്തിൻ്റെ തലവനായിരിക്കുന്ന പിതാവ് ആടിൻ്റെ കുരവള്ളിക്ക് കത്തി കുത്തിയിറക്കുമ്പോൾ പ്രാണരക്ഷാർത്ഥം പിടയുന്ന ആടിൻ്റെ രക്തം മക്കളുടെയും മരുമക്കളുടെയും ഒക്കെ ദേഹത്ത് തളിക്കപ്പെടുകയാണ്. ശേഷിക്കുന്ന രക്തമെടുത്ത് കട്ടളക്കാലുമേലും കുറുമ്പടിമേലും പുരട്ടി ചോരത്തളി ആചരിച്ച് ജനം കിടന്നുറങ്ങി. അർദ്ധരാത്രിയായപ്പോൾ ഫറവോൻ്റെ കൊട്ടാരത്തിൽ മറ്റൊരു നിലവിളി. സന്ധ്യയ്ക്ക് ഗോശേൻ ദേശത്ത് ആട്ടിൻകുട്ടിയുടെ നിലവിളി ഉയർന്നപ്പോൾ അർദ്ധരാത്രിക്ക് ഫറവോൻ്റെ കൊട്ടാരത്തിൽ മറ്റൊരു നിലവിളി. സന്ധ്യയ്ക്ക് ഇവിടെ ആട്ടിൻകുട്ടി കരഞ്ഞപ്പോൾ അർദ്ധരാത്രിക്ക് അവിടെ ആൺകുട്ടികൾ കരഞ്ഞു. ഇതിനകത്തൊരു ദൂതുണ്ട്, ആട്ടിൻകുട്ടി കരഞ്ഞൊരൊറ്റ വീട്ടിലും ആൺകുട്ടികൾ കരയാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ആട്ടിൻകുട്ടി ആരാണ്? പൗലോസ് പറയും, 4 കാലും വാലുമുള്ള ജന്തുവല്ല, കാലത്തിൻ്റെ സന്ധ്യയിൽ കാൽവരുടെ ഉച്ചയിൽ നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു. ഇന്ന് രാത്രി ദൂത് ഞാൻ പറയാം, വിവരമില്ലാത്ത ആത്മാവില്ലാത്ത ഒരാൾ അറുക്കപ്പെട്ടപ്പോൾ 400 വർഷത്തെ കെട്ടുപൊട്ടിയെങ്കിൽ കാൽവറി കിടക്കുന്നവൻ വിവരമില്ലാത്തവനല്ല, അവൻ ആത്മാവില്ലാത്തവനല്ല. അവൻ്റെ രക്തം ഇന്ന് രാത്രിയിൽ നിന്റെ ചരിത്രം മാറ്റുവാൻ ഇതിനകത്ത് വ്യാപരിക്കപ്പെടുകയാ. ഓ, കരമടിച്ചൊരു സ്വത്രം പറ, ഇന്ന് രാത്രി വറ്റിപ്പോയിട്ടില്ല. ആ രക്തത്തിന്റെ ശാപത്തെ മാറ്റുകയാ. ഹോമകുണ്ടങ്ങൾ വീട്ടിനകത്ത് പ്രതിഷ്ഠിച്ച് കോടികളെ മാറി മാറി വെട്ടി നേർച്ച കൊടുത്ത ആടുകളെ മുസ്ലിം പള്ളിക്ക് കൊടുത്തു. പള്ളിപ്പറമ്പുകളിൽ നാണയങ്ങൾ വലിച്ചെറിഞ്ഞു. വീടുകൾക്കകത്ത് എല്ലാ മാസവും ഹോമകുണ്ടങ്ങൾ തീർത്തുകൊണ്ടും പൂജയും കർമ്മവും കർമ്മകാണ്ഡങ്ങളും ക്രിയകളുമൊക്കെ നടത്തി വീടിനകത്ത് ഗതിയും ദോഷവും മാറാതെ ഗതികെട്ട് നിൽക്കുന്ന നിന്റെ കുടുംബത്തിനകത്തേക്ക് ഇന്ന് രാത്രി എൻ്റെ യേശുവിൻ്റെ രക്തം വീഴുക. ദോഷത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നിന്റെ തലമുറയുടെ കുടുംബത്തിൽ ജീവിതം നടക്കത്തില്ലെന്ന് നിന്റെ കുടുംബത്തിനെതിരെ വാതുകെട്ട് നിൽക്കുന്ന ചില പാരമ്പരിക ശക്തികളെ തകർത്തുകൊണ്ട് എൻ്റെ യേശുവിൻ്റെ രക്തം ഇന്ന് രാത്രിയിൽ, സ്നേഹിത, ഇന്ന് രാത്രിയിൽ നിന്റെ കുടുംബത്തിനകത്ത് വീഴുകയാ. കോഴിയെ വെട്ടുന്ന അവസാനിപ്പിക്ക്, മന്ത്രവാദം അവസാനിപ്പിക്ക്. യേശുവിന്റെ രക്തം ഈ രാത്രിയുടെ ചരിത്രം മാറ്റുകയാ.
വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ആ രക്തം ഇന്ന് രാത്രിയിൽ ഇവിടെ വ്യാപരിക്കപ്പെടുകയാ. സ്തോത്രം. ഇത് നമ്മമ്മ കഥയല്ല, ഇത് രൂകാഭോഗമല്ല. ആടിൻ്റെ രക്തം ആറുപോലെ ഒഴുക്കി, കാളരക്തം കായൽ പോലെ ഒഴുക്കി, നരബലിയും മൃഗബലിയുമൊക്കെ നടത്തി ഐശ്വര്യം നേടുവാൻ ഓടുന്നവരെ ഒരു നിമിഷം ഇതൊന്ന് പരീക്ഷിക്കൂ. യേശുവിനെ ഒന്ന് വിളിച്ചു പറ, ആ രക്തം ഇന്ന് രാത്രി എൻ്റെ തലമുറയുടെ മേലൊന്ന് പതിക്കണം. നാളുകളായി മാറി മാറി നിൻ്റെ തലമുറയെ ഒരു മന്ദബുദ്ധിയാക്കി തീർത്തുകൊണ്ട് ബുദ്ധിമണ്ഡലങ്ങളെ പരാജയപ്പെടുത്തി നിൻ്റെ തലമുറ ഒരു ഗതിയിലേക്ക് വിടത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന ആ തലമുറയുടെ തലമേൽ കൈവച്ചിട്ട് പറ, ഇന്ന് രാത്രി ആ രക്തം നിൻ്റെ തലമുറയുടെ മേൽ വീഴുകയാ. ഇന്ന് രാത്രി മദ്യപിക്കുന്ന നിൻ്റെ ഭർത്താവിൻ്റെ കട്ടിൽ അടിവാരത്തിൽ ചെന്ന് പറ, എൻ്റെ ഭർത്താവിനെ ഇന്ന് രാത്രിയിൽ ആ രക്തത്തെ ഞാൻ മുദ്രയിടുകയാ. ഭവനത്തിനകത്ത് കയറി വരുമ്പോൾ സ്വസ്ഥത നഷ്ടപ്പെട്ടവളായി ഒരു ഭ്രാന്തിയെ പോലെ, ഒരു ഭ്രാന്തനെ പോലെ നിന്നെ ആക്കി മാറ്റുന്ന അന്തരീക്ഷത്തെ കണ്ടിട്ട് പറ, ആ രക്തം ഇന്ന് രാത്രിയിൽ എന്റെ വീട്ടിനകത്ത് വീഴുകയാ. സ്വോത്രം. വറ്റിപ്പോയിട്ടില്ല. ആ രക്തം ഇന്ന് രാത്രി ഇതിനകത്ത് ചലിക്കുക. ഇന്ന് രാത്രി ദൂതൂടെ ഞാൻ വിളിച്ചു പറയാം, യേശുവിനെ ഇന്ന് രാത്രി ജീവിതത്തിൽ ക്ഷണിച്ചാൽ നിന്റെ പിതാവിൻ്റെ രക്തത്തേക്കാൾ, നിന്റെ മാതാവിൻ്റെ രക്തത്തേക്കാൾ ഇന്ന് രാത്രി നിന്റെ മേൽ യേശുവിൻ്റെ രക്തം ഒഴുകപ്പെടുകയാണ്. ഗതികെട്ട പശ്ചാത്തലമുള്ള, ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത, ഒരു വ്യക്തി പോലും ഉയരാത്ത നിന്റെ കുടുംബത്തിലെ സംസ്കാരങ്ങൾക്കകത്ത് ഈ രക്തം ഇന്ന് രാത്രി ചരിത്രം സൃഷ്ടിക്കുക. ഇന്ന് രാത്രി ആത്മാവി പറ, മാറി മാറി വരുന്ന പാരമ്പരിക വിഷയങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഓരോ തലമുറയെ കൈമാറ്റം ചെയ്യുമ്പോൾ തൻ്റെ ഇടത്തോട് പറ, ഇന്ന് രാത്രി എൻ്റെ മേൽ എൻ്റെ യേശുവിൻ്റെ രക്തമാ, എൻ്റെ മാതാവിൻ്റെ രക്തത്തേക്കാൾ, എൻ്റെ പിതാവിൻ്റെ രക്തത്തേക്കാൾ ഇന്ന് രാത്രി എൻ്റെ മേൽ യേശുവിൻ്റെ രക്തം വെളിപ്പെടുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ കാൽവറിയുടെ അടിവാരത്തിൽ തലയിൽ മുൾക്കിരീടം അടിക്കപ്പെട്ടവനായി, കൈകളിലും കാലുകളിലും ആണിയടിക്കപ്പെട്ടവനായി, ആ പാദചൂടൻ രക്തത്തിൽ കുളിക്കപ്പെട്ടവനായി ക്രിസ്തുവിൻ്റെ ആ പ്രത്യക്ഷത, ആ വെളിപ്പാട് ഇന്ന് രാത്രി അകത്തി വരുന്ന ഓരോരുത്തരും വിളിച്ചു പറയണം, ആ രക്തത്താൽ ഇന്ന് രാത്രി എന്നെ ഒന്ന് കഴുകണേ, ആ രക്തത്തിൽ ഇന്ന് രാത്രി എൻ്റെ പാപത്തെ ഒന്ന് മായ്ക്കണമേ, ആ രക്തത്താൽ ഇന്ന് രാത്രി എൻ്റെ കുടുംബത്തിന് വിടുതൽ നൽകണമേ എന്ന് പറഞ്ഞ് ഒരു നിമിഷം ഹൃദയത്തിലേക്ക് യേശുവിനൊരു അവസരം കൊടുത്താൽ ഞാൻ നിങ്ങളോട് ഉറപ്പ് തരാം, ക്രൂശിക്കപ്പെട്ടവനെ കാണുന്ന നിനക്ക് ഭാവിയിൽ തിരസ്കരിക്കപ്പെട്ടവനെ കാണാം. സ്തോത്രം. നീ കണ്ടത് ഒന്ന്, ക്രൂശിക്കപ്പെട്ടവനെ കാണുന്നവരോടുള്ള ഉറപ്പ്, ആസന്ന ഭാവിയിൽ അവർ തിരസ്കരിക്കപ്പെട്ടവനെ കാണും. രണ്ടാമത് പറയുന്നു, ഒന്നാമത് നീ കണ്ടെന്നുള്ള വിഷയമാണ്. രണ്ടാമത്തെ വിഷയം ഇപ്പോൾ ഉള്ളത്. എന്താണ് ഇപ്പോൾ ഉള്ളത്? 2-3 അധ്യായത്തിൻ്റെ വിഷയമാണ്. എന്താണ് 2-3 അധ്യായത്തിൻ്റെ വിഷയം? 7 സഭകളോടുള്ള ദൂതാണ്. 7 സഭകളുള്ള ദൂത്. ഈ 7 സഭകളുടെ ദൂത് ഞാനൊന്ന് വിശദീകരിക്കുവാനും പഠിക്കുവാനും ശ്രമിച്ചപ്പോൾ 7 സഭകൾക്കകത്ത് 2 സഭകൾ ഒഴിച്ച് ബാക്കി 5 സഭകളോട് ദൈവാത്മാവ് ആവർത്തിച്ച് പറയുന്ന ഒരു കരുത്തുറ്റ ദൂതുണ്ട്: മാനസാന്തരപ്പെടുക. സ്തോത്രം. മാനസാന്തരപ്പെടുക. ദൈവമക്കളായി പദവി ലഭിക്കപ്പെട്ടവരും മാനസാന്തര ജീവിതമൊക്കെ പുതുക്കി ദൈവസഭയ്ക്കകത്ത് വന്നവരും അറിയണം, ഈ മാനസാന്തരം എന്ന് പറയുന്നൊരു വിഷയം ജാതീയ ലോകത്തിന് മാത്രം ഉണ്ടാകേണ്ട വിഷയമല്ല. രക്ഷിക്കപ്പെട്ടവനും സ്നാനപ്പെട്ടവൻ്റെ ജീവിതത്തിലും മരണം വരെ ഉണ്ടാകേണ്ട ഒരവസ്ഥയാണ് മാനസാന്തരമെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെയുള്ള നിരവധി യോഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചൊരു മണ്ണുള്ള ഇത് എത്ര ആൾക്കാർ രക്ഷിക്കപ്പെടുന്നുണ്ട്? വിരലെണ്ണാവുന്ന ആൾക്കാർ മാത്രം. എന്തുകൊണ്ട് അനേകർ മാനസാന്തരപ്പെടുന്നില്ല? വളരെ ഫലിതമായിട്ട് പറഞ്ഞാൽ, മാനസാന്തരപ്പെട്ടവർ മാനസാന്തരപ്പെടായികയാൽ മാനസാന്തരപ്പെടേണ്ടവർ മാനസാന്തരപ്പെടുന്നില്ല. വീട്ടിൽ പോയി ചിന്തിച്ചാൽ മതി. അപ്പോൾ മാനസാന്തരം സംഭവിക്കുന്നില്ല. ഈ മാനസാന്തരം എന്ന് പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ ലളിതമായ ചില ഉത്തരങ്ങൾ പറയാം. ഇന്ന് വരെ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ, അത് ബന്ധങ്ങളിൽ കൂടെ ആകട്ടെ, സ്വഭാവ ദൂഷ്യങ്ങളിൽ കൂടെ ആകട്ടെ, ജഡത്തിൻ്റെ ഇച്ഛകളെ ത്രസിപ്പിക്കുന്നതാകട്ടെ, ഈ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങളെ നരകത്തിലോട്ട് തള്ളിവിടുമെന്നും തെറ്റാണെന്നുമുള്ള ബോധ്യം അകത്ത് ഭരിച്ചാൽ ഇന്ന് രാത്രി അവിടെ നിന്ന് ആ സകല ഇടപാടുകളോടും വിട പറഞ്ഞേച്ച് യേശുവിലേക്ക് തിരിയുന്ന ആ തിരിവിൻ്റെ പേരാണ് മാനസാന്തരം. സ്തോത്രം. മനസ്സിലായില്ല? രാവിലെ പിള്ളേരുടെ തലേ കൈവച്ചാൽ പോയി, ഇന്ന് പപ്പ കുടിക്കുകയില്ലെന്ന്. പക്ഷേ സന്ധ്യയായപ്പോൾ കൺട്രോൾ മൊത്തം പോയി. ആടിതാണ്ട് വരുന്നുണ്ട്. ഇന്ന് രാത്രി ഇവിടെ നിന്നുകൊണ്ട് പറയണം, എനിക്കിന്ന് രാത്രി മദ്യം വേണ്ട, എനിക്കിന്ന് രാത്രി വ്യഭിചാരം വേണ്ട, എൻ്റെ ജീവിതത്തിൻ്റെ പവിത്രത നിന്നുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി യേശുവിലേക്ക് വരികയാണ്. സകല ഇടപാടുകളോടും ഇന്ന് രാത്രി ഒരു വിട പറയണം.
സ്തോത്രം. ഈ മാനസാന്തരം ഈ ലോകത്തിലെ സമസ്ത ജനങ്ങളിലും ഭരിക്കപ്പെടേണ്ട ഒരു വിഷയമാണ് മാനസാന്തരം. പഞ്ചായത്ത് മെമ്പർ മുതൽ അങ്ങ് ഭരണകർത്താവായിരിക്കുന്ന പ്രധാനമന്ത്രി വരെ മാനസാന്തരപ്പെടണം. സ്തോത്രം. അനീതിക്കൂടെ പോകുന്ന സകല ഭരണകൂടങ്ങളും സകല തൊഴിലുറപ്പുകാരും സകല അയൽക്കൂട്ടംകാരും സകല പുരുഷ സ്വയം സഹായ സംഘങ്ങളും മാനസാന്തരപ്പെടണം. മനസ്സാകുന്നുണ്ടോ? മറ്റുള്ളവരനുഭവിക്കേണ്ടതിനെ സ്വന്തം കീശയ്ക്കകത്തിട്ട് സ്വന്തം ചട്ടിക്കകത്തിട്ട് വറുത്തുകോരുന്ന നീ ഇന്ന് രാത്രി മാനസാന്തരപ്പെടണം. സ്തോത്രം. അനീതിപരമായ നീക്കങ്ങൾ നടത്തുന്ന താങ്കൾ ഇന്ന് രാത്രി മാനസാന്തരപ്പെടണം. ഭർത്താവിനെ കബളിപ്പിക്കുന്ന, ഭാര്യയെ കബളിപ്പിക്കുന്ന നീ ഇന്ന് രാത്രി മാനസാന്തരപ്പെടണം. സ്തോത്രം. എങ്ങനെ? ഇന്ന് രാത്രി യോഗത്തിന് ഇങ്ങോട്ട് വന്നപ്പോൾ മൊബൈൽ ഫോൺ എടുത്ത് വെച്ച് നീ ഒരു മെസ്സേജ് അയച്ചില്ല, യോഗം കഴിഞ്ഞേച്ച് വിളിക്കാന്ന്. സ്തോത്രം പറയില്ല. ഇന്ന് രാത്രി നീ മാനസാന്തരപ്പെടണം. ഇന്ന് രാത്രി ബന്ധത്തോട് വിട പറയണം. സ്തോത്രം. ഭർത്താവിൻ്റെ കഷ്ടപ്പാടറിയാതെ നീ കാട്ടിക്കൂട്ടുന്ന കോപ്രായത്തിനകത്ത് ഇന്ന് രാത്രി നീ മാനസാന്തരപ്പെടണം. അവിടെ മാത്രമാണോ പവിത്ര സംഹിതയായിരിക്കുന്ന ബൈബിൾ വെളിപ്പെടുത്തുന്ന ആരാധനയെ കവർ ചെയ്തുകൊണ്ട് അന്യപരമായിരിക്കുന്ന ആരാധനയിലേക്ക് പോകുന്നവർ അതിനെ വിട്ടേച്ച് മാനസാന്തരപ്പെടണം. സ്തോത്രം. ഇനി സഭയോടുള്ള ബന്ധത്തിൽ ഞാൻ വിളിച്ചു പറയാം. ഈ 7 സഭകളുടെ ദൂത് പറയുമ്പോൾ അതിനകത്ത് 5 സഭയോടും പറയുന്ന മാനസാന്തരപ്പെടണമെന്നാണ്. ഈ 5 സഭകളോട് പറയുമ്പോൾ ഇതിനകത്ത് ഏതാണ്ട് ആമേൻ സ്തോത്രം 4 തരത്തിലുള്ള മാനസാന്തരം അവരെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലൊന്നാമത്തെ മാനസാന്തരം ആദ്യ സ്നേഹത്തിലേക്ക് മാനസാന്തരപ്പെടണം. സ്തോത്രം. അതോടൊപ്പം തന്നെ തത്തുല്യമായ മറ്റൊരു വിഷയമാണ് ആദ്യ സ്നേഹവും ആദ്യ വിശ്വാസവും. മനസ്സിലാകുന്നുണ്ടോ? എന്താണ് ഈ ആദ്യ വിശ്വാസം, ആദ്യ സ്നേഹം? പ്രാർത്ഥിക്കാതെ കിടക്കാതുറങ്ങുന്ന ശീലം, ബൈബിൾ വായിക്കാതെങ്ങും പോകാത്ത ഒരു പതിവ്, ആഴ്ചയിൽ ഒരു വട്ടം ഉപവസിക്കുന്ന ഒരു പതിവ്, ആര് യോഗത്തിന് പോയില്ലേലും ആദ്യം പോകുന്ന ഒരു പതിവ്, ആരും ആരാധിച്ചില്ലേലും ആരാധിക്കുന്ന ഒരാദ്യ സ്നേഹം, ഇതൊക്കെ നമ്മളിന്ന് കൈമോശം വന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവം പറയുന്ന അതിലേക്ക് നമ്മൾ മാനസാന്തരപ്പെടണം. സ്തോത്രം. ഈ ആദ്യ സ്നേഹം മനസ്സിലാക്കാൻ ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. ഈ കല്യാണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞവർ, ഒരു 50 വർഷം കഴിഞ്ഞവരും കൂടെ പഠിച്ചാൽ ഈ ആദ്യ സ്നേഹത്തിൻ്റെ കുറവ് മനസ്സിലാക്കാം. ഈ കല്യാണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞവർ KSRTC ബസ്സിൽ കയറിയിൽ അവർ ഒന്നിച്ചേ ഇരിക്കുകയുള്ളൂ. പെടലിൽ കൂടെ ഒക്കെ കൈയിട്ട് മോളെ ചേട്ടാന്നൊക്കെ പറഞ്ഞ് സല്ലപിച്ച് കഥയൊക്കെ പറഞ്ഞൊക്കെ ഇരിക്കുന്നേ. ഇങ്ങനെ കല്യാണം കഴിക്കാൻ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഈ വരുന്ന വാക്കിന് ആദ്യത്തെ പുതുമോടിക്ക് പണ്ടത്തെ നിൻ്റെ കഥയൊന്നും പറഞ്ഞു കൊടുക്കരുത്. നീ വിചാരിക്കും ഈ പുള്ളിക്കാർ ഇതെല്ലാം മറന്നിരിക്കുകയാണ്. അവസരം കിട്ടുമ്പോൾ ചാട്ടുളി പ്രയോഗമായിട്ട് ഇതൊക്കെ എടുത്ത് പ്രയോഗിക്കും. അപ്പോൾ പണ്ട് നാട്ടുകാർ തല്ലിയതും നാട്ടുകാരിട്ട് ഓടിച്ചതും ആ കഥയൊന്നും പറയാൻ പോകരുത്. ദൈവ സുരക്ഷയ്ക്ക് വേണ്ടി പറയുക. അപ്പോൾ ഈ ബസ്സിനകത്ത് കല്യാണം കഴിഞ്ഞ് 50 വർഷം കഴിഞ്ഞ് അപ്പച്ചനും അമ്മച്ചി ഇരിപ്പുണ്ട്. അമ്മച്ചി ഫ്രണ്ടിലും അപ്പച്ചൻ പുറകിലും. മനസ്സിലാകുന്നുണ്ടോ? അവർ കണ്ടിട്ട് പറഞ്ഞു ഞങ്ങൾ ഇതുപോലൊക്കെ കുറേ ഇരുന്നതാണ്, ഇതുപോലൊക്കെ കുറേ കഥ പറഞ്ഞതാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇതുപോലെ ദൈവസഭയ്ക്കകത്ത് ഇറങ്ങുമ്പോൾ നമുക്കെല്ലാം ഒരു ആദ്യ വിശ്വാസമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ആശുപത്രി പോയാലും പോയില്ലെങ്കിലും പോകുന്നതിന് മുമ്പ് പാസ്റ്ററെ വിളിച്ചൊരു പ്രാർത്ഥന. ഇതിപ്പോൾ ആശുപത്രി ചെന്ന് കഴിയുമ്പോഴാണ് നമ്മൾ വിളിക്കുന്നത്. കാരണം അവിടുന്ന് അസാധ്യത പറഞ്ഞു കഴിഞ്ഞ് ഇന്ന് രാത്രിയിൽ ദൈവാത്മാ പറയുന്നു, കൈമോശം വന്ന വിശ്വാസത്തിലേക്കും ആദ്യ സ്നേഹത്തിലേക്കും നമ്മളൊന്ന് മടങ്ങി വരണം. സ്തോത്രം. ആദ്യ സ്നേഹത്തിലേക്കൊരു മാനസാന്തരം ഉണ്ടാകണം. ആരാധിക്കുന്നുണ്ടോ, ആര് പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ടോ, ആരാധനയ്ക്ക് എന്ത് കൊടുക്കുന്നു എൻ്റെ വിഷയമല്ല. എനിക്ക് എൻ്റെ ബന്ധം യേശുവിനോടാണ്. മനസ്സിലാകുന്നുണ്ടോ? സഭയ്ക്ക് വേണ്ടി നിനക്ക് വല്ലതും ചെയ്യാണ്ട് നീ ചെയ്തോണം. അപ്പുറത്തേക്ക് തോമാച്ചോട് ചോദിച്ചു വേണ്ട നീ ചെയ്യാൻ. കാരണം നീയും ദൈവമായിട്ടുള്ള ബന്ധമായി ഇത്. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോൾ, ദൈവത്തിന് പ്രവർത്തിക്കുമ്പോൾ ഒരു വ്യക്തിയോടും അനുവാദം ചോദിക്കരുത്. ഇത് ദൈവം നമ്മളുമായിട്ടുള്ള വലിയ ബന്ധത്തിൻ്റെ പ്രകടനമാണ്. ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരണം. ആ ബൈബിൾ വായന നിർത്തിപ്പോയില്ലേ? ആ പ്രാർത്ഥനയുടെ ദൈർഘ്യം കുറഞ്ഞു പോയില്ലേ? ഉപവാസം കൈവശം വന്നില്ലേ? 2023 തിരുശ്ശേല വീടുന്നതിന് മുൻപ് 2024 പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ സഭയിൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ 2024 കയറേണ്ടത്, ഒരു തീരുമാനത്തിലോട്ട് കയറണം. നമ്മളൊരു നിയോഗത്തിലോട്ട് കയറണം. നമ്മളൊരു വാഗ്ദത്തത്തിലോട്ട് കയറണം. ശ്രദ്ധിച്ചു കേൾക്കണം. കൈമോശം വന്ന ആത്മീയതയുടെ സകല മൂല്യച്യുതികളും ഇന്ന് രാത്രി തിരികെ പിടിക്കണം. പരിശുദ്ധാത്മ പറയുന്നു, ആദ്യ സ്നേഹത്തിലേക്ക് മാനസാന്തരപ്പെടുക. രണ്ടാമത്തെ മാനസാന്തരം ദുരുപദേശങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെടണം. എന്താണ് ദുരുപദേശം? ഇവിടെ പറയുന്നു ബിലയാമിൻ്റെ ഉപദേശം, നിക്കലോവരുടെ ഉപദേശം, ഇസബേലിൻ്റെ ഉപദേശം എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ മാത്രമല്ല, ചില സ്ത്രീകളും ദുരുപദേശത്തിൻ്റെ വക്താക്കളാണ്. ഞാനത് പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് രാത്രി സഭ അറിയണം, ദുരുപദേശങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെടണം.
പ്രൈസ് ദി ലോർഡ്. എന്താ ദുരുപദേശം? യേശു ക്രിസ്തു പഠിപ്പിക്കാത്തതും ബൈബിൾ അനുവാദം തരാത്തതും ശ്രീഹന്മാർ അനുശ്വാസിക്കാത്തതുമായ ആചാരമോ കൂദാശയോ ശുശ്രൂഷയോ എവിടെങ്കിലും കാട്ടിക്കൂട്ടുന്നെങ്കിൽ അതിൻ്റെ പേര് ദുരുപദേശമെന്നാണ്. സ്വതന്ത്രം. ബൈബിളുമായിട്ട് ബന്ധമില്ലാത്ത എന്തെങ്കിലും ഒരു ആത്മീയ ഇടപാട് ഇന്ന് രാത്രി ഇവിടെ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം. ഞാനൊരു സ്തോത്രം പറഞ്ഞാലും ബൈബിളിൽ തെളിവുണ്ട്. ഞാൻ അന്യഭാഷ പറഞ്ഞാലും ബൈബിളിൽ തെളിവുണ്ട്. സ്തോത്രകാഴ്ച ഇട്ടാലും ബൈബിളിൽ തെളിവുണ്ട്. ബൈബിളിൽ തെളിവില്ലാത്ത ആചാരങ്ങൾ, ബൈബിളിൽ തെളിവില്ലാത്ത കൂദാശകൾ, ബൈബിളിൽ തെളിവില്ലാത്ത തെറ്റായ വിശ്വാസങ്ങൾ ഇന്ന് രാത്രി വലിച്ചെറിഞ്ഞിട്ട് പറ, ബൈബിളുമായിട്ട് പുനബന്ധമില്ലാത്ത ദുരുപദേശങ്ങൾ മാനസാന്തരപ്പെടുക. സകല ക്രൈസ്തവ ലോകം അറിയണം, സകല ക്രൈസ്തവ ലോകത്തിൻ്റെ അധ്യക്ഷന്മാരും അറിയണം. ജനത്തിൻ്റെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായത്തങ്ങൾ പലതും ബൈബിളിൽ കൊച്ചു വാക്യങ്ങൾ കൊണ്ടും തെളിവില്ല. അറിഞ്ഞോണം, നിങ്ങൾ നടത്തുന്നവരും നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പ്രസംഗിക്കുന്ന ഉപദേശിക്കുന്ന വാക്ക് കേൾക്കണ്ട. ഇന്ന് രാത്രി ചെന്ന് നിഷ്പക്ഷമായി സത്യസന്ധമായി ബൈബിൾ വായിച്ചിട്ട് പറയണം, ഇതിനകത്തില്ലാത്ത സകലത്തോടും ഈ രാത്രി ഞാൻ വിട പറയുകയാ. സ്വതന്ത്രം. തെളിവിന് വേണ്ടി സുവിശേഷത്തോട് ഞാൻ ചോദിക്കട്ടെ, ഈ പിള്ളേരെ സ്നാനപ്പെടുത്തുന്ന ബൈബിളിൽ കൊച്ചുവാക്യം കാണിക്കാവോ? മരിച്ചുപോയവരുടെ പരേതാത്മാവിനെ ഊതി സ്വർഗത്തിൽ കയറ്റാൻ ശേഷം നടത്തുന്ന ഇടപാടിനെ കുറിച്ച് ബൈബിളൊന്ന് കാണിക്കാവോ? അങ്ങനെ കിടക്കുന്നു മനുഷ്യൻ്റെ കണ്ണിൽ പൊടിയിട്ട് കാട്ടിക്കൂട്ടുന്ന ആധ്യാത്മിക ലോകത്തിന് നികൃഷ്ടമായ ദുരുപദേശങ്ങൾ. പ്രിയമുള്ളവരെ, സ്നേഹബുദ്ധിയാലും വിനയത്തോടും ഇന്ന് രാത്രി പറയുന്നു, ഇന്ന് രാത്രി നിൽക്കുന്ന സഭ നിന്നെ നരകത്തിലേക്ക് നയിക്കുന്നെങ്കിൽ ബൈബിളിൻ്റെ ഉപദേശത്തിലേക്ക് മടങ്ങി വരാൻ ഇന്ന് രാത്രി ദൈവം നിന്നെ വിളിക്കുക. ഈ യോഗം ഇവിടെ നടത്തുന്നത് പോൾ പാസ്റ്റർ പണത്തിനെ മികവാണിക്കാനല്ല, അദ്ദേഹം ഒരു പാട്ടുകാരൻ അറിയിക്കാനല്ല, നിന്റെ കുടുംബത്തിലെ രക്ഷയ്ക്ക് വേണ്ടിയും നിന്റെ മാനസാന്തരത്തിന് വേണ്ടിയുമാ. 2024 സ്വീകരിക്കാൻ മാലപ്പടക്കം വീഴ്ച വീട്ടു കിട്ടിയിരിക്കുമ്പോൾ അടുത്ത വർഷത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ മനസ്സിനകത്ത് ഒരു ചീട്ടുകൊട്ടാരം പോലെ കെട്ടുയർത്തുമ്പോൾ നിനക്കെന്തോ ഉറപ്പുണ്ട് 2024 കിട്ടുമെന്ന്? ഇന്ന് രാത്രി ഉറപ്പില്ലാത്ത ജീവിതത്തെ നോക്കി പല തീരുമാനങ്ങളും എടുക്കുമ്പോഴും ഇന്ന് രാത്രി ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, ദുരുപദേശങ്ങളിൽ നിന്ന് പുറത്തു വരണം. മനസ്സാകുന്നുണ്ടോ? ദുരുപദേശങ്ങൾ പുറത്തു വരണം. ഞാൻ പറഞ്ഞല്ലോ, ബൈബിളുമായിട്ട് ബന്ധമില്ലാത്ത ആചാരങ്ങൾ, ഉപദേശങ്ങൾ, ഉപദേശ രീതികൾ, ശുശ്രൂഷകൾ, കർമ്മകാണ്ഡങ്ങൾ ഇതൊക്കെ കാട്ടിക്കൂട്ടുന്ന ഇടത്തു നിന്ന് ഈ രാത്രി കളം മാറ്റി ചവിട്ടിക്കൊണ്ട് പറയണം, എനിക്ക് വേണ്ടത് മതമല്ല, എനിക്ക് വേണ്ടത് യേശുവിൻ്റെ ഉപദേശമാണ്. സ്വതന്ത്രം. കർത്താവ് പഠിപ്പിക്കാത്തതൊന്നും സഭയ്ക്കകത്ത് പാടില്ല. സ്ലീഹന്മാർ അനുവാദം തരാത്ത ഒരു ശുശ്രൂഷയും നമ്മൾ ഇടവകൾക്കകത്ത് നടക്കാൻ പാടില്ല. അങ്ങനെ കാട്ടിക്കൂട്ടുന്നതോട് തൻ്റെ ഇടത്തോട് ചോദിക്കണം, ഇതിന് ബൈബിളിൽ തെളിവ് തരാമോ? തെളിവില്ലാത്തതിനെ നേരിടാൻ തൻ്റെ ഇടം പ്രാർത്ഥിക്കുന്നവനുണ്ടാകണം. ബൈബിൾ ഇന്ന് രാത്രി നമ്മോട് പറയുന്നു, ദുരുപദേശങ്ങളിൽ നമ്മൾ മാനസാന്തരപ്പെടണം. നാലാമത്തെ മാനസാന്തരം ആത്മീകമായിരിക്കുന്ന സ്തോത്രമല്ലേലൂയ അവസരവാദങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെടണം. അതെന്താണ്? ഒന്നുകിൽ ഉഷ്ണവാനായിരിക്കണം, അല്ലെങ്കിൽ ശീതവാനായിരിക്കണം. ഒന്നുകിൽ നീ പെന്തക്കോസുകാരി ആയിരിക്കണം, അല്ലെ നീ CSI ആയിരിക്കണം, അല്ലെ നീ ഹിന്ദു ആയിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഇതിനെല്ലാം കൂടി അവിയൽ പരുവത്തിൽ പോകുന്ന ഇടപാട് അങ്ങ് അവസാനിപ്പിക്കണം. ഇപ്പം എല്ലാത്തിനും ഈ ഷോർട്ടാക്കി പറയുന്നൊരു കാര്യമാണ്. കമ്മികളെന്ന് വിളിക്കുന്ന കേട്ടോ, കമ്മികൾ, മാപ്രകൾ, മാധ്യമപ്രവർത്തകരെന്ന് ഷോർട്ടാക്കിയിരിക്കുക. അപ്പം പെന്തക്കോസുകാരായിരിക്കണം നമ്മളെ വിളിക്കുന്ന പെന്തോകളെന്ന്. അപ്പം നമ്മൾ തിരിച്ച് കത്തോലിക്കരെ വിളിച്ച് കത്തോക്കൾ. അപ്പം കത്തോലിക്കർ നമ്മളെ പെന്തോന്ന് വിളിക്കുന്നു, നമ്മൾ തിരിച്ചവരെ കത്തോ എന്ന് വിളിക്കുന്നു. അപ്പോൾ എൻ്റെ ആശയം, ഒന്നീ നീ കത്തോ ആയിരിക്കണം, അല്ലെ നീ പെന്തോ ആയിരിക്കണം. ആരും സ്വതന്ത്രം പറഞ്ഞില്ല. വിഷയത്തിൻ്റെ വിടുതൽ വരുമ്പോൾ പാവപ്പെട്ട് ഉപദേശി പ്രാർത്ഥിക്കണം. അഭിമാനം വരുമ്പോൾ നിൽക്കുന്നിടത്ത് നിൽക്കണം. പ്രാപിച്ച രോഗശാന്തി കൊണ്ട് നീ നിത്യതയുടെ പടി കാണത്തില്ല. മനസ്സാകുന്നുണ്ടോ? ഇറങ്ങിത്തിരിച്ചു വരുന്ന ഇസ്രായേൽ ജനങ്ങൾ മരുഭൂമിയുടെ മണൽത്തരികൾക്ക് ആനുകൂല്യം പ്രാപിക്കുമ്പോഴും മിസ്രൈം വിട്ടു പോന്നിട്ടും മരുഭൂമിയിലായിരുന്നിട്ടും അവരുടെ ഉള്ളിലെ മരുഭൂമി മിസ്രൈം മാറിയില്ല. ഇടയ്ക്കിടയ്ക്ക് വൈകാരികയുടെ റെസിപ്പിനകത്ത് അവർ ചോദിച്ചു, മിസ്രൈമിൽ ഇറച്ചിക്കലങ്ങൾ അടുക്കൽ ഞങ്ങൾ ഇരുന്നു. മാത്രമല്ല മിസ്രൈമിലെ ശവക്കുഴി അടുക്കൽ ഞങ്ങൾ ഇരുന്നു. മിസ്രൈമിലെ പണിയാത്ത ആ വെള്ളരിക്ക, മിസ്രൈമിലെ ചിറ്റുള്ളി, മിസ്രൈമിലെ അങ്ങനെയുള്ള ഭക്ഷ്യവസ്തുക്കൾ, ഇതെല്ലാം അവരുടെ ഇടയിൽ ഇങ്ങനെ ഓർമ്മയായി വന്നപ്പോൾ എഴുതി വെച്ചോണം, അങ്ങനെ ചിന്തിച്ചൊരൊറ്റ ഒരുത്തനും കനാൻ ദേശം കയറിയില്ല. വിട്ടാൽ വിട്ടതായിരിക്കണം.
ഇറങ്ങിയാൽ ഇറങ്ങിയതായിരിക്കണം, സ്നാനപ്പെട്ടതായിരിക്കണം. തൻ്റെ ഇടത്തോട് ഇറങ്ങുന്നവനെ ഇന്ന് രാത്രി യേശു സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഒന്നുകിൽ നീ ഉഷ്ണവാനായി ജീവിക്ക്, അല്ല നീ ഒരു ശീതവാനായി ജീവിക്ക്. ഈ അവസരം കെട്ട ഇടപാട് അവസാനിപ്പിക്കണമെന്ന്. സ്വോത്രം. അതുകൊണ്ട് ഏലിയാവ് കർമ്മേലിന്റെ കൊടുമുടിയിൽ ഇസ്രായേലിനോട് ചോദിച്ചു, ഇസ്രായേലേ, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാലുവയ്ക്കും? മനസ്സിലാകുന്നുണ്ടോ? ഇറങ്ങിയാൽ ഇറങ്ങിയായിരിക്കണം, വിട്ടാൽ വിട്ടതായിരിക്കണം. ഇന്ന് രാത്രി അവസരവാദങ്ങൾക്കകത്തുനിന്ന് മാനസാന്തരപ്പെടണം. വിഷയം വരുമ്പോൾ പ്രാർത്ഥിക്കാം, പെന്തക്കോസ്തിൽ ഉപദേശിയും. അഭിമാനം നിലനിർത്താൻ സഭയുടെ പാരമ്പര്യം അല്ലേ? എഴുതി വെച്ചോ, പ്രാപിച്ച രോഗശാന്തിയുടെ നിത്യത പടി കാണത്തില്ല. ഇന്ന് രാത്രിയിലും ആ യേശു നിന്നെ വിളിക്കുക, നിന്റെ വാതിക്കൽ നിന്ന് അവൻ മുട്ടുക. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും ശബ്ദം കേട്ട് ഇവൻ്റെ വാതിൽ തുറന്ന് ഞാൻ അവൻ്റെ ഉള്ളിൽ വരാം. യേശുവിൻ്റെ പേര് നീ കൂട്ടിക്കാട്ടുന്ന കോപ്രായത്വങ്ങളുണ്ടല്ലോ, അതൊന്നും നിന്നെ നിത്യത വിടത്തില്ല. പലയിടത്തും യേശുവിന് അവസരമില്ല. ക്രിസ്തീയ മാർഗമെന്നും ക്രൈസ്തവീകരെന്നും പേരെടുത്തുകൊണ്ട് ആയാറിൽ അതിൻ്റെ കൊടികൾ പെന്നിപ്പാറിക്കുമ്പോഴും പലയിടങ്ങളിൽ ക്രിസ്തുവില്ല. പേരെന്നാ? വീട്ടിൽ യേശുവിൻ്റെ വലിയൊരു ഫോട്ടോ ഉണ്ട്, പക്ഷെ അകത്ത് ക്രിസ്തുവില്ല. പണ്ട് ലാസറി മാത്യു പ്രാസ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു കഥ. പണ്ടൊരിടത്ത് വല്യപ്പച്ചൻ്റെ ബർത്ത്ഡേ വന്നപ്പോൾ വർഷങ്ങളായിട്ട് കൂട്ടിയിരുന്ന ഒരു ആഘോഷമായിട്ട് മക്കളും മരുമക്കളും പറഞ്ഞു, ഈ ബർത്ത്ഡേ നമുക്ക് ആഘോഷപൂർവ്വമായിട്ട് അങ്ങ് ആഘോഷിക്കണം. അതുവരെ കുളിപ്പിക്കാത്ത അപ്പച്ചനെ സർവീസ് ചെയ്ത് നല്ല വസ്ത്രമെല്ലാം ഇട്ടി പൂമുഖത്ത് കൊണ്ടിരുത്തിയപ്പോൾ ഒരു കൊച്ചൻ പറഞ്ഞു, ഇരുപിടിരുത്താൻ കൊള്ളുകയിൽ അകത്ത് കൊണ്ടിരുത്തണം. അകത്ത് മുറി കൊണ്ടിരുത്തിയപ്പോൾ മരുമോൾ പറഞ്ഞു, ഇവിടെ ഇരുത്താൻ പറ്റത്തില്ല, എൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട്, അവരുമായിട്ടൊക്കെ ഞങ്ങൾക്ക് കമ്പനി കൂടാൻ ഈ മുറി പറ്റുകയില്ല. അപ്പോൾ അവസാനം അമ്മച്ചിയുടെ മുറി, അമ്മച്ചിയും പറഞ്ഞു പറ്റുകയില്ല, എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച ജോളി ലില്ലി എല്ലാം വരുന്നുണ്ട്, ഈ മുറി പറ്റുകയില്ല. അവസാനം ആരുടെ മുറി കിട്ടാതെ വന്നപ്പോൾ അവരുടെ പഴയ ഒരു മുറി വെളിയിലുണ്ടായിരുന്നു, അവിടെ കൊണ്ട് പഴയ പേരുടെ ഒരു മുറി, അതിനകത്തോണ്ട് അപ്പച്ചനെ ഇരുത്തി. എല്ലാവരും വന്ന് കേക്ക് മുറിച്ച് പായസം കുടിച്ചു. ആരും ചോദിച്ചില്ല അപ്പച്ചൻ എന്ത് ചെയ്യുന്നു. ഇവിടെ നടന്ന മൊത്തം അപ്പച്ചൻ്റെ പേരില്ല. മനസ്സിലാവുന്നുണ്ടോ? എല്ലാം അപ്പച്ചൻ്റെ പേരിലാണ് നടക്കുന്നത്, പക്ഷെ ഒരിടത്തും അപ്പച്ചനില്ല. ഇന്ന് രാത്രി യേശു വിളിക്കുക, വാതിക്കൽ നിന്ന് ഞാൻ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ ഉള്ളിൽ വന്ന് അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കുമെന്ന്. ഒരു കാലഘട്ടത്തിലെ ശബ്ദമല്ല, ക്രിസ്തു ഉണ്ടെന്ന് പറഞ്ഞ് ക്രിസ്തുവിൻ്റെ ആണെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഗതികെട്ട ക്രൈസ്തവരെ, ഈ രാത്രി മാനസാന്തരപ്പെടുക, അവസരവാദങ്ങൾ ഉപേക്ഷിക്കുക. ഞാൻ ആ ഭാഗം വിടുക. ഇന്ന് രാത്രി ഇപ്പോഴുള്ള കാര്യം മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. മൂന്നാമത് യോഹന്നാനോട് പറയുക, 1 നീ കണ്ടത്, 2 ഇപ്പോൾ ഉള്ളത്. മൂന്നാമത്തെ കാര്യം മേലാൽ സംഭവിക്കുവാൻ ഉള്ളത്. ഇത് കേൾക്കാൻ നമുക്കെല്ലാം ഇഷ്ടമാണ്. ഇതിലെ പോകുന്ന നാക്കായി നോട്ടക്കാരും അതുപോലെ തന്നെ ജ്യോതിഷം നോക്കുന്നവരും പ്രവാചകന്മാരും ഒക്കെ വിളിച്ചു വരുത്തി വീട്ടിൽ പാസ്റ്റർ അറിയാതെ യോഗം നടത്തുന്നതിൻ്റെ കാര്യം തന്നെ, നാളെ എനിക്ക് എന്തോ കിട്ടുമെന്നറിയാനാണ്. കോട്ടയത്തോ തിരുവനന്തപുരത്തോ ഫ്ലാറ്റ് കിട്ടുമോ, കൊച്ചിൻ്റെ കല്യാണം നടക്കും, ഇതൊക്കെ അറിയാൻ നമുക്ക് വലിയ താല്പര്യമാണ്. അതുപോലൊരു ഭാവികാല ശാസ്ത്രം പൗലോസ് യോഹന്നാൻ ഇവിടെ അവതരിപ്പിക്കുക. നോക്കൂ, മേലാൽ സംഭവിക്കാൻ ഉള്ളത് ഏതാണ്? 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിലെ കാര്യങ്ങളാണ് മേലാൽ സംഭവിക്കാനുള്ളത്. അതെല്ലാം കൂടെ പറഞ്ഞു വെച്ച് പോയാൽ പറയാനുള്ള സമയം നമ്മുടെ മുമ്പിൽ ഇല്ല. നേരം വെളുക്കുന്നവരെ പറയേണ്ട ആശയങ്ങൾ അതിനകത്തുണ്ട്. പക്ഷേ ആ മേലാൽ സംഭവിക്കാനുള്ളത് എന്തെന്ന് ചോദിച്ചാൽ ഒരൊറ്റ വാക്യം കൊണ്ട് ഞാൻ അങ്ങോട്ട് പറയാം. വായിച്ചാട്ടെ. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. സന്തോഷത്തോടെ സ്തോത്രം ചെയ്തേ. മേലാൽ സംഭവിക്കാനുള്ളത് നമ്മുടെ കർത്താവിൻ്റെ വീണ്ടും വരവാണ്. ആർക്ക് സന്തോഷമില്ല? കഴിഞ്ഞിടയ്ക്ക് ഒരു കാർട്ടൂൺ ഞാൻ കണ്ടു. കർത്താവ് വരുമ്പോൾ ആർക്ക് പോകണം? എല്ലാവരും കൈ ഉയർത്തി. അടുത്ത ചോദ്യം, ആദ്യം ആർക്ക് പോകണം? ആരും കൈ ഉയർത്തിയില്ല. എല്ലാവർക്കും പോകണം, പക്ഷെ ആദ്യം ആർക്കും പോകണ്ട. മേലാൽ സംഭവിക്കാനുള്ളത് എന്താ വിഷയം? കർത്താവിൻ്റെ വീണ്ടും വരവ്. ഇതിനകത്ത് ഒത്തിരി ആക്ഷേപങ്ങൾ പേർന്നവരാണ് പെന്തക്കോസ്തലായിരിക്കുന്നത് ഞങ്ങളുടെ ഉപദേശിമാർ. 2000 വർഷമാകുമ്പോൾ യേശു വരുമെന്ന് പ്രസംഗിച്ചു പോലും സത്യമായിട്ടും ഞങ്ങളാരും അങ്ങനെ പ്രസംഗിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരും പറയുന്നത് 2000 വർഷമാകുമ്പോൾ യേശു വരുമെന്ന് ബൈബിളും പറഞ്ഞിട്ടില്ല, യേശു പോലും അറിഞ്ഞിട്ടില്ല. മനസ്സിലാകുന്നുണ്ടോ? പലരും പറയുന്നത് യേശു പോലും അറിയാത്തൊരു കാര്യമാണ്. പണ്ടൊരു മനുഷ്യനിങ്ങനെ ഒരു കവിത ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനെ കവി ഇങ്ങനെ ഉദ്ദേശിച്ചെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിശദീകരിച്ച് വരുമ്പോൾ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് ഒരു പുള്ളി പറഞ്ഞു, കവി അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. പുള്ളി ചൂടായി. തന്നോട് ആരോടോ പറഞ്ഞേ? കവി അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ട്.
പുള്ളി പറഞ്ഞു കവി അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, പടക്കായി. ഇറങ്ങി ഓഡിയൻസ് ചെന്നപ്പോൾ പറഞ്ഞടോ ആ കവിത എഴുതിയ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ലെന്ന്. ഓ സഹോദരൻ, ആരോട് പറയാൻ? 2000 വർഷമാകുമ്പോൾ യേശു വരുമെന്ന് യേശു പറഞ്ഞിട്ടില്ല, ബൈബിളും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ചില തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായതാണ്. അപ്പോൾ ചോദിക്കും, യേശു വരുമോ? വരും. എന്താ തെളിവ്? ബൈബിൾ പറയുന്നു 2 3 പേരുടെ സാക്ഷ്യവാചകങ്ങൾ വെളിച്ചത്തിൽ ഏത് കാര്യവും ഉറപ്പാണ്. എന്താ തെളിവ്? ഒന്നാമത്തെ തെളിവ്, യേശു സ്വർഗാരോഹണം ചെയ്തപ്പോൾ ദൂതസഞ്ചയങ്ങൾ ഇറങ്ങി വന്നേച്ച് ആമേൻ ശിഷ്യന്മാരോടൊരു പ്രഖ്യാപനം പറഞ്ഞു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും. ദൂതന്മാർ പറയുന്നു യേശു വരും. ഇനി യേശു എന്തോ പറഞ്ഞു? യേശു പറഞ്ഞു ഞാൻ വരും. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഞാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യേശു പറയുന്നു ഞാൻ വീണ്ടും വരും. പ്രവചനം പറയുന്നു, വെളിപ്പാട്, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏതു കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഈ 3 തെളിവ് കൊണ്ട് അസന്നിഗ്ധമായി ഈ ദേശത്തോട് ഞാൻ വിളിച്ചു പറയുന്നു, എൻ്റെ യേശു വരും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ യേശു വരും. ഇനി എന്നാ വരുന്നേ? എന്തുകൊണ്ട് വരാൻ താമസിക്കുന്നു? 2 കാര്യം പറയാം. എന്തുകൊണ്ട് യേശു വരാൻ താമസിക്കുന്നു? പത്രോസ്ലീഹയുടെ കാലത്തും ഈ ചോദ്യമുണ്ടായി. പരിഹാസ സമൂഹങ്ങൾ. അദ്ദേഹം പറഞ്ഞു, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ചിട്ട് അവൻ മനുഷ്യരോട് ദീർഘക്ഷമ കാണിക്കുന്നു. അർത്ഥം, ആരും നശിക്കാതിരിക്കാൻ വേണ്ടി അവൻ്റെ വരവിനെ അവൻ താമസിപ്പിക്കുന്നു. ഇന്നലെ വന്നിരുന്നെങ്കിൽ നമുക്കാർക്കും പോകാൻ പറ്റില്ലായിരുന്നു. കഴിഞ്ഞ വർഷം വന്നിരുന്നെങ്കിൽ നമുക്കാർക്കും പോകാൻ പറ്റില്ലായിരുന്നു. യേശു വരാത്തതിനായി സ്വോത്രം പറയാൻ ഇന്ന് രാത്രി ആവേശമുണ്ടോ? യഥാർത്ഥ പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥന വിഷയം യേശുവെ വേഗം വരണമെന്നല്ല, രക്ഷിക്കപ്പെടാത്തതിൻ്റെ സമശിഷ്ടങ്ങളൂടെ പാപത്തെ പച്ചവെള്ളം പോലെ കുടിക്കുന്ന, ദൈവത്തിന് പുറം കാട്ടിയും പാപത്തിന് മുഖം കാട്ടിയും പോകുന്ന എൻ്റെ സമശിഷ്ടങ്ങൾ കൂടെ അങ്ങയുടെ വരവിൽ ഉണ്ടാകണമെന്ന് ഈ രാത്രി അകത്ത് ആഗ്രഹമുള്ള എത്ര ദൈവമക്കളുണ്ട്? കരമുയർത്തി പറ, യേശുവേ അങ്ങയുടെ വരവിൽ. ചിലരുടെ മാനസാന്തരങ്ങൾ കൂടെ കൊതിച്ചുകൊണ്ട് എൻ്റെ യേശുവിൻ്റെ വരവ് താമസിക്കുകയാണ്. എന്തുകൊണ്ട് യേശു വരാൻ താമസിക്കുന്നു? നമ്മുടെ കാലഘട്ടവും നമ്മുടെ സമയവും യേശുവിൻ്റെ സമയവും തമ്മിൽ രണ്ടും രണ്ടാണ്. നോക്കൂ, 1000 സംവത്സരം അവൻ്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ഒരു ദിവസം പോലെ. അർത്ഥം, 2000 ആണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ യേശു വരാമെന്ന് പറഞ്ഞ 2 ദിവസമേ ആയിട്ടുള്ളൂ. സ്വതന്ത്രമില്ല. നമ്മളിവിടെ കിടന്ന് കയ്യും കാലും ഇട്ടടിച്ചാലോ ബേജാറായാലും ഒരു പ്രശ്നമില്ല. ഇനി ഞാൻ പറഞ്ഞൊരു 10 ദിവസം കൂടെ കഴിഞ്ഞ് യേശു വരത്തുള്ളൂ. നമ്മൾ പിണങ്ങിട്ട് തന്നെ കാര്യം. 1000 സംവത്സരം അവരുടെ ദൃഷ്ടിയിൽ കഴിഞ്ഞു പോയ ഒരു ദിവസം പോലാണെങ്കിൽ, ഇത് 2000 ആണ്ടാണെങ്കിൽ യേശു വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം 2 ദിവസമേ ആയുള്ളെന്ന്. ഇതാരോട് പറയാനാ? സ്തോത്രം. യേശു വരും. വരുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണ്? ഇവിടെ പൗലോസ് പറയുകയാണ്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. അടുത്തത്, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ഇന്ന് രാത്രി എതിർ ക്രിസ്തുവിൻ്റെ കൊമ്പും വാലും ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകുകയില്ല. അതുകൊണ്ട് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ വരവിൽ പ്രഥമമായി നടക്കുന്ന 2 കാര്യം. ഒന്ന്, മരിച്ചവരുടെ ഉയർപ്പ്. മനസ്സിലാകുന്നുണ്ടോ? ഈ ചോദ്യം പ്രാവചനിക ഭക്തനായിരിക്കുന്ന ഇയ്യോബിൻ്റെ ചോദ്യമാണ്. മരിച്ചവർ വീണ്ടും ഉയർക്കുമോ? മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? ഒരു നേരിയ വെളിപ്പാട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ത്വക്കിങ്ങനെ നശിച്ച ശേഷം ദേഹസഹിതനായി ഞാൻ എൻ്റെ യേശുവിനെ കാണും. നേരിയ വെളിപ്പാട് പറഞ്ഞപ്പോൾ അതിൻ്റെതായിരിക്കും നേരിയ വെളിപ്പാടുകളൊക്കെ തട്ടിമാറ്റിക്കൊണ്ട് എൻ്റെ യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. ക്രിസ്ത്യാനിത്വത്തിൻ്റെ 2ാം സ്ഥാപകനായ പൗലോസ്ലീഹ പറഞ്ഞു, ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ എന്ന് പറഞ്ഞാൽ യഹൂദൻ്റെ കാർഷിക വിളകൾ വിളയുമ്പോൾ
ആദ്യത്തെ സാധനം അവർ ചന്തയ്ക്കല്ല കൊണ്ടുപോകുന്നേ, ആദ്യത്തെ കറ്റ അവർ ആലയത്തിൽ കൊണ്ടു ചെല്ലും. പുരോഹിതൻ ആ കറ്റയെടുത്ത് 4 പാടും നീരാജനം ചെയ്യും. ഇത് വിളിച്ചറിയിക്കുന്ന സത്യം, ഈ കറ്റയുടെ പുറകിലൊരു വലിയ കൊയ്ത്ത് വെളിപ്പെടാൻ പോവുകയാണ്. ആ കോണ്ടക്സ്റ്റിൽ നിന്ന് പൗലോസ് പറയുന്നു, ആദ്യ ഫലം ക്രിസ്തു ഉയർത്തതുപോലെ പിന്നെ ക്രിസ്തുവിനുള്ളവരും ഉയർക്കും. മനസ്സിലാകുന്നുണ്ടോ? മനുഷ്യൻ മരിച്ച് 6 മണ്ണിൽ നീറിയടങ്ങുമെന്നല്ല ബൈബിൾ വിളിച്ചു പറയുന്നത്, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ഹല്ലേലൂയ! ഉയർക്കണമെങ്കിൽ എന്താണ് ദൈവം വച്ചിരിക്കുന്ന ക്രൈറ്റീരിയ, മാനദണ്ഡമാണ് പറയുന്നത്? എല്ലാവരും ഉയർക്കുമോ? പെന്തക്കോസ്തിൽ പോയത് ഉയർക്കുമോ? കമ്മലൂരാണ് ഉയർക്കുമോ? മീശ പഠിച്ചതുകൊണ്ട് ഉയർക്കുമോ? ഇല്ല. ഉയർക്കാനുള്ള ഒന്നാമത്തെ യോഗ്യത 50-ാം സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, യാഗം ചെയ്ത് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവീൻ. ഒന്നാമത് ദൈവത്തോട് നീ ഒരു ഉടമ്പടി ചെയ്യണം. എന്താണ് ആ ഉടമ്പടി? എൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചത് അങ്ങയാണെന്നും ആരാധിക്കാൻ യോഗ്യൻ അങ്ങയാണെന്നും ബൈബിളിൽ ഒരു കഥാപാത്രവും ആരാധനയ്ക്ക് യോഗ്യനല്ലെന്നും മറ്റൊരു വ്യക്തിയിൽ രക്ഷയില്ലെന്നും പറഞ്ഞ് യേശുവിൻ്റെ കരുത്തിലേക്ക് നിൻ്റെ കരം കൊടുക്കുമ്പോൾ നിന്നിലേക്ക് ഇറങ്ങി വരുന്നൊരു പുത്രത്വത്തിൻ്റെ വ്യാപാരമുണ്ട്. അങ്ങനെ വരുമ്പോൾ നിനക്ക് കിട്ടുന്ന ജനത്തിൻ്റെ പേരാണ് വീണ്ടും ജനനം. ഈ പാരമ്പര്യത്തിനകത്ത് ജീവിച്ചിട്ടും ഇങ്ങനൊരു ബന്ധത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ യേശു ഇന്ന് രാത്രി വിളിക്കുക. എന്തിനാ വിളിക്കുന്നത്? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ ഒരവകാശത്തിലേക്ക് യേശു ഇന്ന് രാത്രി വിളിക്കുക. ക്രൈസ്തവ യാഥാസ്ഥിക കുടുംബത്തിനകത്ത് ജനിച്ചിട്ടും ഇങ്ങനെ ക്രിസ്തുവുമായിട്ടൊരു ബന്ധത്തിൽ വന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, നീ ഗോപാലൻ്റെ മകൻ ഭാസ്കരനാകാം. പക്ഷേ ഇന്ന് രാത്രി യേശുവിനെ നീ വിളിച്ചാൽ, യേശുവിനെ സ്വീകരിച്ചാൽ നീ ഇന്ന് രാത്രി ക്രിസ്ത്യാനിയാകാൻ പോവുക. ഹല്ലേലൂയ! തോമയുടെ മകനായി ജനിച്ച് മത്തായി എന്ന പേരിൽ അറിയപ്പെടുമ്പോഴും യേശുവിന് ഇതുവരെ ജീവിതത്തിൽ സ്ഥാനമില്ലെങ്കിൽ നീ ക്രിസ്ത്യാനി എന്ന ലേബലേ ഉള്ളൂ, യേശുവായിട്ട് നിനക്ക് ബന്ധമില്ല. പക്ഷേ ഇന്ന് രാത്രി അങ്ങനെ യേശുവായിട്ടൊരു ഉടമ്പടിയിലേക്ക് വരണം. യേശുവാണ് എൻ്റെ രക്ഷകൻ, യേശുവാണ് എൻ്റെ കർത്താവ്, യേശുവിൽ കൂടെയല്ല രക്ഷയില്ലെന്ന് വിശ്വസിക്കുമ്പോൾ യേശുവായിട്ട് നമുക്കൊരു ബന്ധം ഉണ്ടാകും. അങ്ങനെ ഉള്ളവൻ ഉയർക്കും. തീർന്നില്ല. രണ്ടാമത്തെ പടി എന്താ? വചനം പറയുന്നു, ആമേൻ സ്തോത്രം, റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം അവിടെ വായിക്കുന്നു, യേശുവിൻ്റെ മരണത്തോട് സാദൃശീഭവിച്ചെങ്കിൽ അവൻ്റെ പുനരുദ്ധാനത്തോടും സാദൃശീകരിക്കും. എന്താണ് യേശുവിൻ്റെ മരണത്തോടുള്ള സാദൃശീകരണം? യേശുവിൻ്റെ മരണത്തോടുള്ള ഏകീകരണമെന്ന് പറയുന്നത് ജലസ്നാനമാണ്. ജലസ്നാനമേൽക്കാത്ത ഒരൊറ്റ വ്യക്തിയും പുനരുദ്ധാനത്തോട് സാദൃശീകരിക്കപ്പെടത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ചങ്കുപൊട്ടി സ്നാനപ്പെടണമെന്ന് പറയുന്നത് പെന്തക്കോസിൽ ചേരാൻ വേണ്ടിയല്ല, സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാ. ഇവിടെ പൗലോസ് പറയുന്നു, മരണത്തോട് ഏകീഭവിക്കണം. അത് ജലസ്നാനമാണ്. ആ ജലസ്നാനത്തോട് ഏകീഭവിച്ചില്ലെങ്കിൽ പുനരുദ്ധാനത്തോടും ഏകീഭവിക്കത്തില്ല. അപ്പൊ എൻ്റെ ചോദ്യം, 50 വർഷം ആരാധിക്കണമെന്ന് പറയുന്നത് താങ്കൾ സ്വർഗത്തിൽ പോകുന്ന? ക്രൈസ്തവ പാരമ്പര്യമുള്ള താങ്കൾ സ്വർഗത്തിൽ പോകുന്ന? വെള്ളത്തിൽ ഇറങ്ങി സ്നാനപ്പെടാത്ത ഒരൊറ്റ വ്യക്തിയും കർത്താവിൻ്റെ കാഹളം കേൾക്കുമ്പോൾ ഉയർക്കത്തില്ല. സ്തോത്രം. ഇനി 3-ാമത്തെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഭാഗം വിടാം. ഉയർക്കണമെങ്കിൽ റോമർ 8:11, യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ യേശുവിനെ ഉയർപ്പിച്ചതുപോലെ അവൻ നിങ്ങളെയും ഉയർപ്പിക്കും. ഇങ്ങോട്ട് നോക്കിക്കേ, ഒരു ഓട്ടോ പോയതാ. ഇങ്ങോട്ട് നോക്കിക്കേ. സ്തോത്രം. യേശുവിൻ്റെ ആത്മാവ് നിന്നിലില്ലെങ്കിൽ നീ ഉയർക്കത്തില്ല. പാസ്റ്ററാകാം, ഓവർസിയറാകാം, സെൻട്രൽ വാസാകാം, അവൻ ആരുമാകാം, പെന്തക്കോസിൻ്റെ പാരമ്പര്യം പറയുന്നവനാകാം, അഭിഷേകം പ്രാപിക്കാത്ത ഒരൊറ്റ വ്യക്തിയും കർത്താവിൻ്റെ കാഹളം കേൾക്കുകയില്ലെന്ന്. ഇത് ഞാൻ പറഞ്ഞല്ല, പൗലോസ് പറയുന്നു, യേശുവിനെ മരണത്തിന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കണം. വസിച്ചില്ലെങ്കിൽ നിങ്ങൾ ഉയർക്കത്തില്ല. ഇത്രയും കാര്യം ഉണ്ടെങ്കിൽ നിനക്കൊരു ഉയർപ്പുണ്ട്. ഇതുവരെ പ്രാപിച്ചില്ലെങ്കിൽ ഈ രാത്രിയിൽ ആ ഹൃദയത്തെ യേശു ചോദിക്കുക, അവന് വേണ്ടി ഒരു ജീവിതം കൊടുക്കാൻ, ആത്മാവിനെ പ്രാപിക്കാൻ, ആ ജലസ്നാനമേൽക്കാൻ. അതേറ്റാൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരാം, കർത്താവിൻ്റെ കാഹളം കേൾക്കുമ്പോൾ നീ ഉയർക്കും. എന്തിനു വേണ്ടി ഉയർക്കുന്നു? ഇവിടെ വായിക്കുന്നു, കർത്താവിൻ്റെ കാഹളം കേൾക്കുമ്പോൾ സഭ സ്വർഗത്തിൽ കർത്താവിനോടുകൂടെ ആയിരിക്കുന്നു. അവിടെ ഒരു പ്രതിഫല വിവരം നടക്കുകയാണ്. ആസന്ന ഭാവിയിൽ 2 കോടതിയുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ചിന്ത ഞാൻ അവസാനിപ്പിക്കാം. സകല ദൈവമക്കളും അറിയണം, കർത്താവിൻ്റെ കാഹളം കേട്ട് നമ്മൾ നേരെ സ്വർഗത്തിലോട്ട് പോയി മണിയറയിലോട്ട് പോകാമെന്നൊരു വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ട്. വലിയ സന്തോഷമാണ്. പക്ഷേ അറിയണം, നമ്മളെ നേരെ കർത്താവ് മണിയറയിലോട്ടല്ല കൊണ്ടുപോകുന്നത്, ഒരു കോടതിയിലോട്ടാണ് കൊണ്ടുപോകുന്നത്. എന്നാൽ പിന്നെ പോയേക്കാം.
വിശ്വാസം വിട്ടുപോയേക്കാം. പൗലോസ് പറയുന്നു, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പ് വെളിപ്പെടണമെന്ന്. സ്തോത്രം. ഇത് ദൈവമക്കൾക്കുള്ള കോടതിയാണ്. എന്തിനു വേണ്ടിയാണ്? ദൈവരാജ്യത്തിനും ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് നീ ചെയ്തു പോയ സകല കാര്യങ്ങൾക്കും ദൈവം ഒരു പ്രതിഫലം തരും. ഞാൻ ഉറപ്പായിട്ട് വിളിച്ചു പറയാം, താങ്കൾ ചെയ്തത് പ്രസ്ഥാനം മറന്നാലും, താങ്കൾ ചെയ്തത് പാസ്റ്റർ മറന്നാലും, മറക്കാത്തൊരു ദൈവം താങ്കൾക്ക് വേണ്ടി വെളിപ്പെടുന്നുണ്ട്. അതിനൊരു പ്രതിഫലത്തിന് നാൾ സ്വർഗം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ദൈവസഭയ്ക്ക് ഒരു പ്രതിഫല വിഭജനം. ഒരു 7 വർഷം സ്വർഗത്തിലായിരിക്കും. ഈ ഭൂമിയിൽ ഒരു ഭരണം നടക്കുന്നു. ആ ഭരണം എതിർ ക്രിസ്തുവിൻ്റെ ഭരണമാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. അതൊന്നിലേക്ക് ഞാൻ പോകുന്നില്ല. അവസാനം ഈ 2 യുദ്ധങ്ങൾ ഇവിടെ നടക്കാൻ പോകുന്നു. ഒന്ന് ഹർമഗദോൻ യുദ്ധം, രണ്ടാമത്തെ യുദ്ധം ഗോഗുമാഗോഗ് യുദ്ധം. ഈ യുദ്ധത്തിൻ്റെ പരിസമാപ്തിയിൽ ഈ ലോകത്തെ മുഴുവനും വഴിതെറ്റിച്ച പിശാചിനെ എന്നേക്കുമായി നരകത്തിലേക്ക് യേശു തള്ളിയിടും. അന്ന് നരകം ഉദ്ഘാടനം ചെയ്യും. ശ്രദ്ധിക്കണം, നരകം ഈ പ്രസംഗിക്കുന്ന എനിക്കും നിങ്ങൾക്കും വേണ്ടിയല്ല, പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടിയാ. കള്ളുകുടിച്ചും പെണ്ണുകുടിച്ചും വ്യഭിചരിച്ചും ആ സാഭാസത്തരങ്ങൾ കാഴ്ചവെച്ചും നരകത്തിലേക്ക് പോകാതെ ഇന്ന് രാത്രി യേശു നിന്നെ വിളിക്കുക. ചിലർ ഞങ്ങൾ സുവിശേഷമായിട്ട് ചെല്ലുമ്പോൾ ഞങ്ങളോട് പറയേണ്ട, ഉപദേശി നരകത്തിലും കിടക്കാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേന്ന്. അതിനുവേണ്ടി ഞങ്ങൾ ബീഡി വലിക്കുക. നമ്മുടെ മെഡിക്കൽ കോളേജിൽ കിടക്കാൻ ആളില്ലെന്നും പറഞ്ഞ് ആരെങ്കിലും പായം ചുട്ടി കിടക്കാൻ പോകാറുണ്ടോ വെച്ചാൽ ഇല്ല. ഇവിടെ പോലീസ് സ്റ്റേഷനിൽ കിടക്കാൻ തടവുള്ളിയില്ലെന്നും പറഞ്ഞ് ബോധമുള്ള ആരെങ്കിലും, വിവരമുള്ള ആരെങ്കിലും പായം ചുരുട്ടി ആ സ്തോത്ര സെല്ലിനകത്ത് കിടക്കാൻ പോവുക ഇല്ല. നരകത്തിൻ്റെ ഭീകരതയെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. യേശു പറയുന്നു, അവിടുത്തെ തീ കിടുന്നില്ല, അവിടുത്തെ പുഴി ചാകുന്നില്ല. നരകം ഭീകരമാണ്. ഇന്ന് രാത്രി തിരിച്ചറിയണം, യേശു നിങ്ങളെ വിളിക്കുകയാണ് നരകത്തിലേക്ക് പോകാതെ യേശുവിലേക്ക് വരാൻ. ഇതിനുശേഷം മറ്റൊരു ന്യായവിധി നടക്കുന്നു. ആ ന്യായവിധിയുടെ പേരാണ് വെള്ളസിംഹാസന ന്യായവിധി. അത് പറഞ്ഞ് ഞാൻ സുവിശേഷം അവസാനിപ്പിക്കാം. ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾ വിചാരിക്കും മരണത്തോടുകൂടെ മനുഷ്യൻ്റെ എല്ലാ പ്രവൃത്തിയും തീരുവന്ന്. പെന്തക്കോസ്തരായിരിക്കുന്ന ഞങ്ങളുടെ ചില വിശ്വാസമുണ്ട്. തിങ്കളാഴ്ച പാപം ചെയ്തേച്ച് ശനിയാഴ്ച അവർ ആരോടും മിണ്ടാതെയും പറയാതെയും പ്രാർത്ഥിക്കാതെ ഇരുന്നേച്ച് ഞായറാഴ്ച പോയി തിരുവത്താഴം എടുത്ത പാവം പോകുന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ട്. സോറി, കാലഘട്ടങ്ങൾക്ക് നമ്മുടെ പാപത്തെ മായ്ക്കാൻ പറ്റില്ല. ദിവസങ്ങൾക്ക് നമ്മുടെ പാപങ്ങളെ മായ്ക്കാൻ പറ്റില്ല. പാപങ്ങളെ മായ്ക്കാൻ ഒറ്റ മാർഗം, യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുക. നീ പറയും, കാലഘട്ടങ്ങൾക്ക് പാപത്തെ മായ്ക്കാൻ കഴിയുമല്ലോ, എൻ്റെ മരണത്തോടുകൂടെ എല്ലാം അവസാനിക്കുമല്ലോ. ഇതിനപ്പുറത്തെന്തെങ്കിലും ഉണ്ടോ? ഇവിടെ വായിക്കുന്നത് കണ്ടോ? വെളിപ്പാട് 20:11. അനന്തരം വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുത്തരിക്കുന്നത് ഞാൻ കണ്ടു. അടുത്തത്, അവൻ്റെ മുൻപിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. അടുത്തത് കേട്ടോണേ, മരിച്ചവർ ആബാലവൃന്ദം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്നൊരു പുസ്തകം തുറന്നു. പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരവരുടെ പ്രവർത്തിക്കടുത്ത വിധിയുണ്ടായെന്ന്. കണ്ടോ? മരണത്തോടുകൂടെ നിൻ്റെ പ്രവൃത്തി തീരത്തില്ല. മരിക്കുമ്പോൾ നിൻ്റെ പ്രവൃത്തി നിൻ്റെ പുറകെ വരും. തെളിവന്ന വെളിപ്പാട് 13:14. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ അവർ തങ്ങളുടെ പ്രയത്നങ്ങൾ വിശ്രമിക്കേണ്ടതാകുന്നു. ഫുൾ സ്റ്റോപ്പ് ഇടാതെ കോമായിട്ടിട്ട് ഭക്തം പറയുക, അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരും. മനസ്സിലായോ? മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. ഷാർജ ജോലിക്ക് പോയ ഭർത്താവ് ജോലി കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ചു വരാൻ തുടങ്ങി. നാട്ടിലുള്ള ഭാര്യ വിളിച്ചു പറഞ്ഞു, അവിടുന്ന് ഒരു സാരി കൊണ്ടുവരണം. ആ സാരി കൊതിച്ചുകൊണ്ട് ഇവിടുന്ന് കാറ് പിടിച്ച് എയർപോർട്ടിൽ ചെന്നു ഭർത്താവിനെ സ്വീകരിക്കാൻ. ആദ്യമായിട്ടാണ് എയർപോർട്ടിനകത്തുനിന്ന് ഇറങ്ങി വരുന്ന ദൃശ്യം കണ്ടിട്ടുള്ളത്. കൊണ്ടുവിടാൻ കണ്ടിട്ടുണ്ട്, ലഗേജുമായിട്ട് കയറിപ്പോകുന്ന കണ്ടിട്ടുണ്ട്. ഇറങ്ങി വരുന്ന ആദ്യമായിട്ടാണ് കാണുന്നേ. ഇറങ്ങി വരുമ്പോൾ പുള്ളിയുടെ കയ്യിൽ ഒന്നുമില്ല, കയ്യും വീശി വരിക. വിവരമുള്ള അമ്മാമ്മയ്ക്കറിയാം അച്ചായൻ ഇറങ്ങി വരുമ്പോൾ ലഗേജ് അപ്പുറത്തൂടെ വരുമെന്ന്. വല്ല മനസ്സിലായോ? നിന്നെ പൊടിയിൽ നിന്നെടുത്തിരിക്കുന്നു, പൊടിയിലേക്ക് ചേരും. അവസാനത്തെ മണ്ണുമാരി നിൻ്റെ പെട്ടിക്കകത്തിടുമ്പോൾ തോമാച്ച നിൻ്റെ പ്രവൃത്തി നിൻ്റെ പുറകെ വരുമെന്ന്. 5 സെൻറ്റുള്ള നിനക്കെങ്ങനെ 6 സെൻറ്റ് ആയത്? പേമാരിയുടെ സമയത്ത് തലേ തോർത്തിട്ടുണ്ട്. ആരും അറിയാതെ അവരെൻ്റെ വസ്തു തുറന്നെടുത്ത് അതിരുമാറ്റി സ്ഥാപിച്ചില്ലേ? അത് കാലഘട്ടം മായ്ക്കത്തില്ല, നിൻ്റെ പുറകെ വരുമെന്ന്. ജനസമുദായത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇവിടുത്തെ ഗവൺമെൻറ് വിഭാവനം ചെയ്ത കാര്യങ്ങൾ അടിച്ചുമാറ്റിയ പഞ്ചായത്ത് മെമ്പറെ, നിങ്ങൾ മരിച്ചാലും നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളുടെ പുറകെ വരുമെന്ന്. അയൽക്കൂട്ടത്തിൻ്റെ തൊഴിലുറപ്പിൻ്റെ പേരിൽ അനീതി കാണിച്ച് വിക്ടറിയും കാൽ പറയുന്ന ശോശാമി അറിഞ്ഞോണം, മരിച്ചാൽ നിൻ്റെ പ്രവൃത്തി തീരത്തിൻ്റെ പുറകെ വരുമെന്ന്. മറ്റുള്ളവൻ്റെ കണ്ണിപ്പൊടിയിട്ട് കാണിക്കുന്ന സകല ഇടപാടുകളും പുറകെ വരും. മറ്റുള്ളവനെ തൊടിച്ചു വന്നേച്ച് റബ്ബറെ കൊണ്ട് കെട്ടിത്തൂക്കിയാൽ രാഷ്ട്രീയ പാർട്ടി നിന്നെ പുറത്തു കൊണ്ടുവരും. പക്ഷേ സ്വർഗം നിന്നെ വെറുതെ വിടത്തില്ല. നിനക്കൊരു കോടതി വെളിപ്പെടാൻ പോവുക.
മരിച്ചവർ ആബാലവൃന്ദം സിംഹാസനത്തുമ്പ് നിൽക്കുക. അവിടെ എഴുതിയിരിക്കുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യെ തള്ളിയിടും. ഈ യോഗം എന്തിനാണെന്നറിയാവോ? ഇന്ന് രാത്രി പുസ്തകം സ്വർഗത്തിൽ തുറക്കാൻ വേണ്ടിയാ. ഞാൻ ഇന്ന് രാത്രി പ്രസംഗിച്ച് അവസാനിപ്പിക്കുന്നതിന് മുൻപ് എത്ര പേർക്ക് ഇന്ന് രാത്രി ആവശ്യമുണ്ട്? എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ ആവശ്യമാണ്. റേഷൻ കാർഡിൽ പേരില്ലാതെ വന്നപ്പോൾ എവിടൊക്കെ ഓടി? ഔദ്യോഗിക സ്ഥാനങ്ങളിൽ പേരില്ലാതെ വന്നപ്പോൾ എവിടൊക്കെ ഓടി പേര് ചേർത്തു? ഇന്ന് രാത്രി അറിയണം, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യെ തള്ളിയിടും. അത് വരാതിരിക്കാൻ ഇന്ന് രാത്രിയിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ക്രൂശിക്കപ്പെട്ടവനെ കണ്ടുകൊണ്ട് ഇന്ന് രാത്രി യേശുവിനോട് പറ, ആ കരങ്ങൾ ഇന്ന് രാത്രി എനിക്ക് വേണ്ടി ഒന്ന് ചലിപ്പിക്കണം. ആ കരങ്ങൾ ഇന്ന് രാത്രി എനിക്ക് വേണ്ടി ഒന്ന് ചലിപ്പിക്കണം. അങ്ങയുടെ പുസ്തകത്തിൽ ഇന്ന് രാത്രി എൻ്റെ പേര് കൂടൊന്ന് എഴുതണം. അങ്ങനെ എഴുതിയാൽ നരകം നിനക്ക് അന്യമാകും, സ്വർഗം നിനക്ക് സ്വന്തമാകും. ആ കണ്ണുകൾ ഒരു നിമിഷം ഒന്ന് അടച്ചാട്ടെ. ആ ഹൃദയം ദൈവസ്ഥ ഏകാഗ്രമാക്കിയുണ്ട് ഒരു നിമിഷം ദൈവത്തോട് പറഞ്ഞാട്ടെ, കർത്താവേ, എനിക്കിന്ന് രാത്രിയിൽ ആ ക്രൂശിക്കപ്പെട്ട യേശുവിനെ ഒന്ന് കാണണം. ആപാദചൂട് രക്തത്തിൽ കുളിക്കപ്പെട്ടവനായി, അടിമുതൽ മുടിവ രക്തത്തിൽ കുളിക്കപ്പെട്ടവനായ ആ യേശുവിനെ ജീവിതത്തിലേക്ക് ആര് ക്ഷണിക്കാൻ തയ്യാറാകും? നിന്റെ പാപത്തെ മാറ്റാൻ, നിന്റെ ശാപത്തെ മാറ്റാൻ, സകല കെടുതികളെ മാറ്റുവാൻ ഇന്ന് രാത്രി എൻ്റെ യേശുവിന് കഴിയും. ഹൃദയം തുറന്ന് ആര് വിളിക്കും? യേശുവേ, എൻ്റെ ജീവിതത്തിലേക്ക് ഇന്ന് രാത്രി വരണേ. നോക്കൂ, തിരസ്കരിക്കപ്പെട്ടവനെ കാണണമെങ്കിൽ ക്രൂശിക്കപ്പെട്ടവനെ കാണണം. ആമേൻ. 1-ാം അധ്യായം കണ്ടത് ആണെങ്കിൽ 2-ാം അധ്യായം ഇപ്പോൾ ഉള്ളതാണ്. 7 സഭകളോടും ലോകത്തോടും ബൈബിൾ എല്ലാ കാലഘട്ടത്തും യേശുവിൻ്റെ പുനരാഗമനം വരെ നീണ്ടു നിൽക്കുന്ന ഒളിമങ്ങാത്ത പ്രഖ്യാപനം മറ്റൊന്നുമല്ല, മാനസാന്തരപ്പെടുക. ഇന്ന് രാത്രി ഏതിൽ നിന്നൊക്കെ മാനസാന്തരപ്പെടുവാൻ വചനം നിങ്ങൾക്ക് ബോധ്യം തന്നിട്ടുണ്ടോ? ആ കാര്യങ്ങളൊക്കെയും ഇന്ന് രാത്രി പുറത്തു വരാൻ യേശു നിങ്ങളെ വിളിക്കുമ്പോൾ എത്ര പേര് നിങ്ങളുടെ ഹൃദയത്തെ കർത്താവിന് വേണ്ടി കൊടുക്കും? യേശുവിന് വേണ്ടി തീരുമാനമെടുക്കാൻ എത്ര പേര് ഇന്ന് രാത്രി മനസ്സ് വയ്ക്കും? എനിക്ക് പഴയ സ്വഭാവം വേണ്ട, പഴയ ബന്ധങ്ങൾ വേണ്ട, എൻ്റെ നിത്യതയും എൻ്റെ സ്വർഗത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരാചാരങ്ങളും അനുഷ്ഠാനങ്ങളും എനിക്ക് വേണ്ട. എനിക്കിന്ന് രാത്രി യേശുവിൻ്റെ ഉപദേശം വേണമെന്ന് തീരുമാനമുള്ള എത്ര പേരുണ്ട്? ഹൃദയം തുറന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച് എനിക്കൊരു മാനസാന്തരം ഇന്ന് രാത്രി നൽകണം. കൂടപ്പുറപ്പേ, മേലാൽ സംഭവിക്കാനുള്ളത് എൻ്റെ കർത്താവിൻ്റെ വീണ്ടും വരവാ. ലോക സംഭവങ്ങളൊക്കെ അത് വിളിച്ചറിയിക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് രാത്രി യേശുവിൻ്റെ ഹൃദയം കൊടുക്കാൻ എത്ര പേർ തയ്യാറാകും? യേശു പറയുന്നു, യാഗം ചെയ്ത് എന്നോട് നിയമം ചെയ്ത വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂടുവിൻ. കർത്താവിൻ്റെ കരത്തിലൂടെ ഇന്ന് കരം ഒന്ന് കൊടുത്തേച്ച് പറ, എൻ്റെ ജീവിതത്തിലേക്കൊന്ന് വരണമേ. അങ്ങനെ വരുന്നവർ ഇന്ന് രാത്രി യേശു പറയുന്നു, നീ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം പ്രാപിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ കല്ലറ ഉയർക്കപ്പെടുകയുള്ളൂ. മൂന്നാമത്തെ ആമേൻ ദൈവം നമുക്ക് തരുന്ന മാനദണ്ഡം, വെള്ളത്തിലിറങ്ങി സ്നാനപ്പെടുക. തളിക്കലല്ല. ബൈബിൾ പറയുന്നു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വെള്ളത്തിലിറങ്ങി സ്നാനപ്പെട്ടാൽ കർത്താവിൻ്റെ കാഹളം ഞങ്ങൾക്ക് കേൾക്കാം. യേശുവിനോടുകൂടെ സുന്ദരമായൊരു രാജ്യം യേശു വാഗ്ദത്തം ചെയ്യുമ്പോൾ നരകത്തിലേക്ക് പോകാതിരിക്കാൻ യേശു വയ്ക്കുന്ന മാനദണ്ഡം, ജീവൻ്റെ പുസ്തകത്തിൽ ഇന്ന് രാത്രി പേരെഴുതുക. ഒരു നിമിഷം പ്രാർത്ഥിച്ചേ, കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ, എൻ്റെ പേര് കൂടെ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതണമേ എന്ന് എത്ര പേർ ഇന്ന് രാത്രി അങ്ങ് പ്രാർത്ഥിക്കും? ആ പ്രാർത്ഥനകൾ നിങ്ങളെ സ്വർഗത്തിലെത്തിക്കട്ടെ. നിങ്ങളുടേതായിരിക്കുന്ന എല്ലാ ആത്മീകമായിരിക്കുന്ന കെടുതികളും മാറ്റട്ടെ. യേശുവിൽ കൂടെ രക്ഷ സൗജന്യമായി നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇങ്ങനെ ശുശ്രൂഷയ്ക്ക് അവസരം ഒരുക്കി തന്ന കർത്താവിനെ നന്ദി അറിയിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.